ഈ ബാബാവചനകിമാരും മുന്നമാരും ജനിക്കുന്നത് വളരെ തെറ്റായ ഒരു കപട ദേശീയതയിൽ നിന്നാണ്. മലപ്പുറം പ്രത്യേക രാജ്യമാണെന്ന് പറയുന്നതിന്റെ പിന്നിൽ, മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്നതിന്റെ പിന്നിൽ, യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഹിന്ദുക്കൾ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിന്റെ പിന്നിൽ, 3 പെൺകുട്ടികളുടെ കഥ 32,000 പേരുടെ കേരള സ്റ്റോറിയാണെന്ന് കള്ളം പറയുന്നതിന്റെ പിന്നിൽ, ഇതിന്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ മനസ്സും ഒറ്റ കാരണവുമാണ്. പക്ഷേ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒന്നിപ്പിക്കാൻ മറുഭാഗത്തൊരു ശത്രുവിനെ വേണം, അത്രേ ഉള്ളൂ. വലിയ അന്താരാഷ്ട്ര ഐഡിയോളജി ഒന്നുമില്ല. പെട്ടെന്ന് ഒന്നിപ്പിക്കാനായിട്ട് ഞാനപ്പം പല ക്രിസ്ത്യൻ സഹോദരങ്ങളോടും പറയും, നിങ്ങൾ അറിയേണ്ടത് തീവ്ര ഹിന്ദുത്വവാദികൾക്ക് മുസ്ലിങ്ങളെക്കാൾ ദേഷ്യം ക്രിസ്ത്യാനികളെയാണ്. ഇനി മുസ്ലിങ്ങളോട് കോൺഗ്രസ്സുകാർ പലപ്പോഴും പറയാറുള്ളത്, ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാത്ത നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തോ ത്യാഗം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ്സുകാർ സംസാരിക്കുന്നത്. മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്നത് കള്ളമാണെന്ന് സുരേന്ദ്രൻജിക്ക് അറിയാം. കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, കേൾക്കുന്ന BJP-ക്കാർക്ക് അറിയാം, കേൾക്കുന്ന RSSകാർക്ക് അറിയാം. കാര്യം മലപ്പുറത്ത് 10-12 ലക്ഷം ഹിന്ദുക്കളില്ലേ, അവർ മാസം വെള്ളം കുടിക്കാതെ ജീവിക്കുകയാണോ? ഇപ്പൊ ഇസ്രായേലും ഈ തമ്മി തല്ലിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഈ വെപ്പൺ ലോബി അടക്കമുള്ള ഒരുപാട് പേരുണ്ട്. യുദ്ധങ്ങളില്ലെങ്കിൽ അവർക്കെന്താ പ്രസക്തി? ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വവാദികൾ നിങ്ങൾക്ക് കൈയടിക്കുന്നത് കണ്ട് അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കരുതരുത്. അവർ മുമ്പ്, അതായത് മുമ്പെന്ന് പറഞ്ഞാൽ നാസികൾ ജൂതന്മാരെ കൊന്നിരുന്നപ്പോൾ നാസികൾക്ക് കൈയടിച്ചിരുന്നവരാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്, രാഹുലീശ്വരാണ് എന്ന് പോഡ്കാസ്റ്റിൽ ഗസ്റ്റായി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാഹുലീശ്വർ ഒരു സംഖ്യയാണെന്ന് പറഞ്ഞു. അത് ഞാനൊരു BJP-കാരനായ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ BJP-കാരനായ ഫ്രണ്ട് പറഞ്ഞു, അയാൾ ഞങ്ങളതിൽ പെട്ട ഒരാളല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു കോൺഗ്രസ്സുകാരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്നാണ്. ശരിക്കും രാഹുലീശ്വർ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? താങ്കൾ ആരാണെന്ന്, ഹൂ ഈസ് രാഹുലീശ്വർ എന്ന് ചോദിച്ചാൽ താങ്കൾ എങ്ങനെ പറയാ? വളരെ നല്ല ചോദ്യം. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഫൈസലിന്റെ ചോദ്യം നിങ്ങളുടെ ഓഡിയൻസും കൂടുതൽ ഈ 18 മുതൽ 25 വയസ്സ് വരെയുള്ളതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കൂടെ പറയാം. ഇന്ത്യൻ ഓഡിയൻസും മറ്റുമാണല്ലോ. നിങ്ങളെല്ലാം ഇന്ത്യ പഠിച്ചിട്ടുള്ളതല്ലേ? അതെ അതെ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ, അത് ചോദിച്ചിട്ട് തുടങ്ങാം. നമ്മൾ ഇന്ത്യൻ കൊടി നമ്മൾ കാണുന്നതാണ്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഇന്ത്യൻ കൊടിയുടെ അർത്ഥം എന്താണ്? ഈ ഇന്ത്യൻ കൊടി എന്ന് പറയുമ്പോൾ പുതിയ പിള്ളേർക്കും കൂടെ അവരുടെയും സ്കൂളിലും കോളേജിലും പഠിക്കുന്നതാണ്. ഒരു മിനിറ്റകം പറയാം. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ കൊടിയുടെ അർത്ഥം, ഈ കുങ്കുമനിറം കാണിക്കുന്നത് ധൈര്യവും ത്യാഗസന്നദ്ധതയും, വെള്ള എന്ന് പറയുന്നത് സമാധാനം, പച്ച എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി, ഫലഭൂയിഷ്ഠത എന്നുള്ളതാണ്, അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയല്ല. ഇന്നത്തെ ദിവസത്തിന്, നമ്മൾ ഇരിക്കുന്ന ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസം ഏപ്രിൽ 13 ഇന്നേക്ക് 104 വർഷം മുമ്പ് ഏപ്രിൽ 13, 1921 മഹാത്മാഗാന്ധി ഇതിന്റെ കളർ കോഡ് ഡിസൈൻ ചെയ്ത് എഴുതുന്നത്. മഹാത്മാഗാന്ധി നമ്മുടെ കൊടി നിർമ്മിച്ച, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത പിങ്കാളി വെങ്കയ്യുണ്ട്. മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ഈ നിറം കാണിക്കുന്നത് ഹിന്ദുക്കളെയാണ്, വെള്ള കാണിക്കുന്നത് ക്രിസ്ത്യാനികളെയാണ്, പച്ച കാണിക്കുന്നത് മുസ്ലിങ്ങളെയാണ്. മഹാത്മാഗാന്ധി എഴുതിയിട്ടിരിക്കുന്ന സാധനമാണ്. ഇനി ഞാൻ ആരാന്ന് ചോദിച്ചില്ലേ, ഞാൻ കൃത്യമായിട്ട് കുറച്ച് എന്താ പറയുക, പുതിയ പിള്ളേർക്കും കൂടി ആയോണ്ട് ഒരു എന്താ പറയുക, ഡെക്കറേറ്റ് ചെയ്ത് പറയാം. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. രാഹുൽ ഈശ്വർ മാത്രമാണ് ഈ സത്യം പറയുന്നത്. ഞാൻ കോൺഗ്രസിന്റെ കുട്ടി പോകുമ്പോൾ അവർ പറയും, അത് നമ്മൾ പറയേണ്ട കാര്യമില്ല, നമ്മുടെ ഇങ്ങനെ മതത്തെ ഒന്നും നമ്മൾ പറയണ്ട. കമ്മ്യൂണിസ്റ്റുകാർ പറയും, ഇവൻ വർഗീയവാദിയും സംഘീയമായോണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്. പിന്നെ BJP-ക്കാർ പറയും, അങ്ങനെയൊന്നും അല്ല, ഇത് അവർക്ക് പച്ച ഇഷ്ടമല്ല. BJP-യിൽ എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്ക് പച്ച ഇഷ്ടമല്ല, അതുകൊണ്ട് പറയും ഇതൊന്നും വേണ്ട, ഇത് മുഴുവൻ നമ്മുടെ മതേതരത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ കൊടിയാണെന്ന് പറയും. അങ്ങനെയല്ല, എന്ത് ചെയ്യാൻ പറ്റും? എമ്പുരാൻ കണ്ടോ? എമ്പുരാൻ കണ്ടെങ്കിൽ എമ്പുരാനിൽ സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ പറഞ്ഞ ഏക ഡയലോഗ്, അതായത് ഇപ്പൊ വിവാദം ഉണ്ടായതിനു ശേഷമല്ല, അതിനു മുമ്പ് കട്ട് ചെയ്യാൻ പറഞ്ഞ ഡയലോഗ് ബാബ ബജറംഗി മുന്നയോട് പറയുന്ന ഡയലോഗാണ്. അതിൽ ബാബ മുന്നയോട് പറയുന്നുണ്ട്, ഇന്ത്യൻ കൊടി കാവിയും വെള്ളയും പച്ചയുമാണ്, അത് സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടാണ് അതിലൊരു ഡയലോഗ് ഉണ്ട്, ഇവർ മറ്റേ മുന്നേ രാഷ്ട്രീയത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുമ്പോൾ പറയും, ഇന്ത്യയുടെ മേലിലുള്ള പഹാഡ് കാവിയും, പിന്നെ നടുക്കുള്ള വെള്ളയും, പിന്നെ താഴെയുള്ള പച്ചയും. ഇതാണ് ഇന്ത്യൻ കൊടിയുടെ സത്യം. ഈ സത്യം അറിയുമ്പോൾ നമ്മുടെ രോമാഞ്ചം എന്താ അറിയാമോ? ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറയുന്ന കാരണങ്ങളിൽ ഒന്ന്, ത്രിവർണ പതാകയാണ് ഇന്ത്യയുടെ പതാക ഗാന്ധിജി ആക്കി എന്നുള്ളതാണ്. ഗോഡ്സെക്ക് ഒരു കാവി പതാക മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. ഗോഡ്സെ എന്നിട്ട് ആ കാലത്ത് കാവി പതാക മാറ്റി ത്രിവർണ പതാകയാക്കി എന്ന് പറയുന്നുണ്ട്. ഇനി അതിന്റെ കൗതുകകരമായ ഒരു കാര്യമുണ്ട്, ഇന്ത്യയുടെ മഹത്വമാണ് അത് കാണിക്കുന്നത്. അതായത് 1931 32 ആണ്, ഓഗസ്റ്റിൽ തന്നെയാണ് 8 അംഗ ഫ്ലാഗ് കമ്മിറ്റി ഉണ്ടാവും കോൺഗ്രസിനും, അന്നത്തെ ദേശീയ പ്രസ്ഥാനം. അതിൽ 8 പേര് വന്നിട്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, ലെഫ്റ്റ് ലിബറൽ, പുരോഗമന കമ്മ്യൂണിസ്റ്റ് ലിബറലാണ് ജവഹർലാൽ നെഹ്റു. സർദാർ പട്ടേൽ വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഖുറാൻ പണ്ഡിതൻ മൗലാന അബുൽ കലാം ആസാദ്. ഇവരെല്ലാം കൂടി ചേർന്ന് അവസാനം തീരുമാനിക്കും, 3 നിറം വേണ്ട, ഇന്ത്യക്ക് ഒരു ഒറ്റ നിറം മതി, അത് കാവി പതാകയാക്കാം, എന്നിട്ട് നടുക്കൊരു ചർക്കയെ കൂടി വെക്കാമെന്ന്. ഇതിനെ കോൺഗ്രസ്സുകാർ അംഗീകരിക്കും. അതായത് ചുമ്മാ വാക്കി പറയുന്നൊന്നുമല്ല, എഴുതി ഒപ്പിട്ട് മതേതരവാദിയായ നെഹ്റുജിയും
മുസ്ലിം പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദും ഇത് അംഗീകരിക്കും. പക്ഷെ ഗാന്ധിജി ഒറ്റയ്ക്ക് എതിർത്താണ് അതിനെ തോൽപ്പിക്കുന്നത്. ഗാന്ധിജി പറയാം അങ്ങനെ പറ്റൂല, നമ്മുടെ നാടിന് ബഹുസ്വരത വേണം, മതസൗഹാർദ്ദം വേണം, അങ്ങനെയാണ് നമ്മുടെ കൊടി ഇങ്ങനെയാകുന്നത്. ഇനി ഈ കൊടിക്ക് ഒരു കൗതുകമുണ്ട്. ഗാന്ധിജി ആദ്യം ഇതിൽ 2 നിറങ്ങളെ വെച്ചിട്ടുള്ളായിരുന്നു. സാഫ്രനും നമ്മളെ പച്ചയും മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു. ഗാന്ധിജി എന്നിട്ട് ആ കമ്മിറ്റിയിലേക്ക് എത്തുമ്പോൾ താമസിക്കും. ഗാന്ധിജി, അതായത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിലേക്ക് ഗാന്ധി എത്തുമ്പോൾ താമസിക്കും. യൂഷ്വലി വളരെ പങ്ക്ച്വലാണ്. ആ ഒരു ദിവസം അറിയാതെ ഗാന്ധിജി താമസിച്ചാ എത്തുന്നത്. എന്നിട്ട് ഗാന്ധിജി താമസിച്ചെത്തുന്നതുകൊണ്ട് ഈ കൊടിയെക്കുറിച്ച് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് മൗലാന മുഹമ്മദ് അലിയോട് ഇത് സംസാരിക്കും. അപ്പം മൗലാന മുഹമ്മദ് അലിയാണ് പറയുന്നത്, ഈ സാഫ്രനും പച്ചയും മാത്രം പോരാ, മറ്റൊരു നിറം കൂടെ വേണം, വെള്ളയും കൂടെ വേണം. അങ്ങനെ ആകുമ്പോൾ ക്രിസ്ത്യാനികളെയും ബാക്കി എല്ലാവരും റെപ്രസെന്റ് ചെയ്യാമല്ലോ. ഇത് പറയുന്ന ആളാണ് രാഹുൽ ഈശ്വർ. എനിക്ക് BJP-കാരോട് വിരോധമില്ല, കോൺഗ്രസ്സുകാരോട് വിരോധമില്ല, കമ്മ്യൂണിസ്റ്റുകാരോട് വിരോധമില്ല. ഈ ബാലൻസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. എനിക്ക് മുസ്ലിം വിരോധം ഇല്ല എന്നുള്ളതിന് എനിക്ക് അഭിമാനമാണ്. ഞാൻ എല്ലാ RSS BJP എന്നെ വിളിക്കുന്ന വേദികളിൽ പോയി പറയാറുണ്ട്. പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. നിങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. അതായത് യഥാർത്ഥത്തിൽ എമ്പുരാൻ കണ്ടുകൊണ്ടാ പറയുന്നത്, ഈ ബാബാ വജനകിമാരും മുന്നമാരും ജനിക്കുന്നത് വളരെ തെറ്റായ ഒരു കപട ദേശീയതയിൽ നിന്നാണ്, ഒരു വ്യാജ ദേശീയതയിൽ നിന്നാണ്. സ്യൂഡോ നാഷണലിസം, പ്രത്യേകിച്ച് യൂറോപ്പിൽ എന്നൊക്കെ അറിയാം, നിയോ നാസി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു നിയോ നാസി നാഷണലിസ്റ്റ് എന്നാണ്. അതല്ല ഇന്ത്യൻ നാഷണലിസം. യഥാർത്ഥ നമ്മുടെ നാട്ടിലൊരു മാർട്ടിനെ ഓർമ്മ കാണും, നമ്മുടെ കളമശ്ശേരിയിൽ ബോംബ് വെച്ച് കുട്ടിയടക്കം കൊന്നത്. അയാൾ പറയുന്നത് ജനഗണമന പാടുന്നില്ല. നമ്മുടെ ആ ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു വിഭാഗമാണ്, ഈ 7 ഡേ അഡ്വന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അവര് നാഷണൽ ആന്തം പാടുന്നില്ല, ദേശീയതയെ നകന്നു പോകുന്നു. മഹാത്മാഗാന്ധിയും ടാഗോറും ജീവിച്ചിരുന്നെങ്കിൽ ഈ മാർട്ടിനെ വടി വെച്ചടിച്ചേനെ. അത് ദേശീയഗാനം പാടുന്നില്ലെന്ന് പറഞ്ഞ് ബോംബ് വെച്ച് കൊല്ലാൻ പറ്റൂ? പാടണ്ട. ദേശീയഗാനം പാടുന്നില്ലെങ്കിൽ പാടണ്ട. ഇത്തരം ഒരുതരം ഭ്രാന്ത് നമ്മുടെ ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് ഞാൻ യഥാർത്ഥം, ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഇന്ത്യയില് ഗാന്ധിജിയെ പച്ച കുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്റെ ടാറ്റു ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞു തമാശക്ക്, ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ പച്ച കുത്തിയ ഏക വ്യക്തി നിങ്ങളായിരിക്കും എന്ന്. ആ യഥാർത്ഥത്തിൽ എന്റെ ഐഡന്റിറ്റി, ഫിലോസഫി എന്ന് പറയുന്നത് ഗാന്ധിയൻ ദർശനമാണ്. സെന്റർ റൈറ്റ്, മധ്യ വലതിലേക്ക് നിൽക്കുന്ന ഗാന്ധിയൻ ദർശനമാണ്. ഇനി മധ്യ ഇടതായാലും കുഴപ്പമില്ല, ഈ ഗാന്ധിയൻ ദർശനമില്ലാതെ, അല്ലെങ്കിൽ ഗാന്ധിസമോ പേരെന്ത് വിളിച്ചാലും കുഴപ്പമില്ല, അതില്ലാതെ ഇന്ത്യക്ക് നിലനിൽക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ ഇന്നത്തെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ആ മഹാത്മാഗാന്ധിയുടെ ലൈൻ വിട്ടുപോയതാ. നിങ്ങളിൽ പലരും ഈ രഘുപതി രാഘവ രാജാറാം എന്നൊരു മറ്റേ ഭക്തിഗാനം കേട്ടു ഗാന്ധിജിയുടെ. യഥാർത്ഥത്തിൽ ആ 500 വർഷം പഴയ ഒരു ഗാനമാണ്. മഹാത്മാഗാന്ധിയാണ് നേരെ അതില് ഈശ്വർ അല്ലാ തേരോ നാം സബുക്കോ സന്മതി ദേ ഭഗവാൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുസ്ലിം സമൂഹം അറബിക്കിലെ അൽ ഇലാഹ് എന്ന് പറയുന്നതിനാണ് ഈ അള്ളാഹ് എന്ന വാക്ക് വരുന്നത്. ക്രിസ്ത്യാനി യാഹ്വേ എന്ന് പറയും, ഹിന്ദുക്കൾ പരബ്രഹ്മം എന്ന് പറയും, ബുദ്ധിസ്റ്റുകാർ ധമ്മ എന്ന് പറയും. അപ്പം നമ്മൾ പടച്ചവൻ എന്ന് പറയില്ലേ? ഏതെങ്കിലും അറബിക്ക് പടച്ചവൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ? ഏതെങ്കിലും അറബ് ജനതയിലുള്ളവർക്ക് പടച്ചവൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല്ല. പക്ഷെ നമ്മുടെ മുസ്ലിം പടച്ചവൻ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ യേശു എന്ന് വിളിക്കുന്നത് അരാമിക്ക് ചെന്ന് യേശു ക്രിസ്തുവിന്റെ നാട്ടിൽ ചെന്ന് ഞങ്ങൾ യേശുവിന്റെ ആൾക്കാരാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവർ ഈസാന്നോ ഈശോ എന്നോ ഒക്കെയാണ് വിളിക്കുന്നത്. അപ്പം ഭാഷകൾ വേറെയായിരിക്കാം, ആത്യന്തികമായ അർത്ഥം ഒരു ദൈവീകതയും മതസൗഹാർദ്ദവും പരസ്പര സമന്വയമാണെന്നുള്ള തിരിച്ചറിവ് പോകണം. ആ ഗാന്ധി ദർശനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ ഈ ഗാന്ധി ദർശനത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ അങ്ങ് ഈ കൂടുതൽ ഡിബേറ്റ്സിലൊക്കെ എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരാളാണ് ഗുരുജി ഗോൾവാൾക്കർ. എപ്പോഴും പറയും അതെന്താ ആ ആള് ഇൻഫ്ലുവൻസ് കൂടുതൽ ഡിബേറ്റിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഗുരുജി ഗോൾവാൾക്കറിനെ പറ്റി പറയുന്നത്. അപ്പോൾ ആ ഗുരുജി ഗോൾവാൾക്കറിൽ നിന്ന് എന്താ ഇൻഫ്ലുവൻസ് ആയത് ഇത്ര അധികം കാര്യങ്ങൾ? ഇന്ത്യയിൽ എല്ലാവരും പഠിക്കേണ്ട, വിശിഷ്യ മുസ്ലിങ്ങൾ കാര്യമായി പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് ഗുരുജി ഗോൾവാൾക്കർ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ RSSകാർ നല്ല രീതിയിൽ ഗുരുജി ഗോൾവാൾക്കറെ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. RSSകാരെ ഗുരുജി ഗോൾവാൾക്കറെ പഠിപ്പിക്കുകയാണ് മുസ്ലിം സഹോദരന്മാരും ബാക്കി മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്നവരും ചെയ്യേണ്ടത്. പെട്ടെന്ന് പറയാം, ആരാണ് ഗുരുജി ഗോൾവാൾക്കർ? ഒരു കാലത്ത് മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരനും നമ്മുടെ ശത്രുക്കളാണ് എന്ന് എഴുതി വെച്ച വ്യക്തിയാണ്. അതായത് എഴുതി വെക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാലേ ചുമ്മാ കാഷ്വലി സംസാരിച്ചു പോവല്ല, എഴുതി വെച്ചിരിക്കുക. വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മുസ്ലിം ശത്രുവാണ്, ക്രിസ്ത്യാനി ശത്രുവാണ്, കമ്മ്യൂണിസ്റ്റ് ശത്രുവാണ് എന്ന് പുള്ളി വിചാരധാര വി അവർ നേഷൻഹുഡ് ഡിഫൈൻഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ നന്നായി. ഈ മനുഷ്യൻ കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ തീവ്ര നിലപാടുകളൊക്കെ ഉപേക്ഷിച്ച് ഒരു മധ്യമാർഗത്തിലേക്കോ ബഹുസ്വരതയിലേക്കോ ഗാന്ധിയൻ പാതയിലേക്കോ ഒക്കെ വന്നു. യഥാർത്ഥത്തിൽ എല്ലാ RSSും BJPക്കാരും ഗുരുജി ഗോൾവാൾക്കറെ പോലെ ആവുകയാണ് വേണ്ടത്.
അതായത് മനസ്സിൽ തീവ്രത ഉപേക്ഷിച്ച് മുസ്ലിം വിരോധം ഉപേക്ഷിച്ച് ഇതിലേക്ക് വരുന്നൊരു മധ്യപാത. നിങ്ങൾ അറിയുമ്പം ചിലർ അത്ഭുതപ്പെടും. മുസ്ലിം സമൂഹത്തിലെ ചിലർക്ക് പോലും യൂണിഫോം സിവിൽ കോഡ് പോലുള്ള വിഷയങ്ങൾ വേണമെങ്കിൽ ചിന്തിക്കാം, പരിഗണിക്കാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഗുരുജി ഗോൾവൽക്കർ പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കുമെന്നാണ്. യൂണിഫോം സിവിൽ കോഡ് അല്ല ഇന്ത്യക്ക് വേണ്ടത്, ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗാന്ധിജിയാണ് എൻ്റെ ഗുരു. ഗാന്ധിജി കഴിഞ്ഞാൽ എന്നെ സ്വാധീനിച്ചത് ഗുരുജി ഗോൾവൽക്കറാണ്. കാരണം ഞാൻ 10 വർഷം 15 വർഷം മുമ്പ് ശക്തമായി യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് വാദിച്ച വ്യക്തിയായിരുന്നു. ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ബ്രാഹ്മണ ഹിന്ദു സവർണ ബോധമാണ് അതിനെ പ്രേരിപ്പിച്ചത്. അതായത് ഞാൻ വിചാരിച്ചു, ഒരു രാജ്യമല്ലേ, എന്തിനാണ് വേറെ നിയമം, നമ്മളെല്ലാം ഒന്നല്ലേ. ഇതാണ് ഈസി കൈൻഡ് ഓഫ് തോട്ട്. പണ്ട് സന്ദേശ സിനിമയിൽ മാമുക്കോയ പറയുന്ന പോലെ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത, ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ഡയലോഗ് തമാശയ്ക്ക് പറയും. അതുപോലെ എനിക്ക് മതി എന്നുള്ള ചിന്തയായിരുന്നു. ഗുരുജി ഗോൾവൽക്കർ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് എഴുതിയത് എൻ്റെ ശരിക്കും കണ്ണും മനസ്സും തുറപ്പിച്ചു. എൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഭരണഘടന നിർമ്മിച്ച അംബേദ്കർ യൂണിഫോം സിവിൽ കോഡിന് അനുകൂലമായിരുന്നു. മതേതരവാദിയായ നെഹ്റുജി യൂണിഫോം സിവിൽ കോഡിന് അനുകൂലമായിരുന്നു. എല്ലാ സുപ്രീം കോടതി ജഡ്ജിമാരും യൂണിഫോം സിവിൽ കോഡിന് അനുകൂലമാണ്. ആധുനിക കാലത്ത് ശശി തരൂർ സാർ അടക്കം യൂണിഫോം സിവിൽ കോഡിന് അനുകൂലമാണ്. മുസ്ലിം സമൂഹത്തിലെ കമാൽ പാഷ അടക്കമുള്ള ഒരു യൂണിഫോം സിവിൽ കോഡിന് അനുകൂലമാണ്. പക്ഷേ ഗുരുജി ഗോൾവൽക്കർ പറയുന്നു യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും. കൃത്യമായി 4-5 വരികളിൽ ഞാൻ എൻ്റെ കാരണവും പറയാം. ഗുരുജി എൻ്റെ ഒരു വരി പോലും എൻ്റെ അല്ല കേട്ടോ, എല്ലാം ഗുരുജി വെർബാറ്റിം കോട്ടാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. 1971 ഡേറ്റ് ഞാൻ മറന്നുപോയി, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പറയാം. എക്സാക്ട് കോട്ട് ഗുരുജിയുടെ കിട്ടും. ഗുരുജി ഗോൾവൽക്കർ RSS കാരനായ KR മൽക്കാനി എന്ന് പറഞ്ഞ RSSന്റെ ഏറ്റവും വലിയ ഇന്റലക്ച്വലാ. മൽക്കാനി യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഗുരുജി പറയുന്നു യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യക്ക് ആവശ്യമില്ല. അപ്പം മൽക്കാനി ഇത് കേട്ട് അത്ഭുതപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഈ സവർണ ഹിന്ദുക്കളും ഹിന്ദുത്വവാദികളും പണ്ട് മുതലേ യൂണിഫോം സിവിൽ കോഡ് എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം KR മൽക്കാനി ചോദിക്കുന്നു, ഗുരുജി അതെന്താ അങ്ങനെ പറയുന്നത്? യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഒന്നാകലല്ലേ, ദേശീയോദ്ഗ്രഥനമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ഗുരുജി പറയുന്നതാണ് വളരെ ആലോചിക്കേണ്ട വാക്കുകളാണ്. യൂണിറ്റിയും യൂണിഫോർമിറ്റിയും ഒന്നല്ല. ഒരു രാജ്യത്തിന്റെ ഐക്യം വേറെ, ഏകത വേറെ, ഒരുമിക്കൽ വേറെ, ഏകശിലാത്മകത വേറെ. നമ്മളെല്ലാം ഒന്നല്ല, നമ്മളെല്ലാം ഒന്നിച്ചാണ്. നമ്മളെല്ലാം നമ്മൾ യുണൈറ്റഡ് ആണ് ആകേണ്ടത്, യൂണിഫോം അല്ല. അടുത്ത വരിയാണ് ഏറ്റവും പ്രസക്തി. എൻ്റെ ജീവിതത്തെ മാറ്റിയ വരികളാണ്. എന്നിട്ട് ഗുരുജി ഗോൾവൽക്കർ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ ഇടയിലെ ചില ആൾക്കാർ, അതായത് ഈ സവർണ ഹിന്ദുക്കളിലെ ചില ആൾക്കാർ മുസ്ലിങ്ങൾ 4 കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ കൂടുന്ന തെറ്റിദ്ധാരണയുള്ളവരാണ്. ഇവരാണ് യൂണിഫോം കോഡ് വേണമെന്ന് പറയുന്നത്. മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നു എന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇവർ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. ഇത് തികച്ചും തെറ്റായൊരു കാഴ്ചപ്പാടാണ്. ഇന്ത്യക്ക് വേണ്ടത് യൂണിറ്റിയാണ്, യൂണിഫോർമിറ്റി അല്ല. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ആർക്കാരനായ KR മൽക്കാനി ഞെട്ടുക. കാര്യം ഗുരുജി ഗോൾവൽക്കർ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിൽ ആരും പറയുന്നില്ല. കാര്യം എല്ലാവരും, അതായത് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് കോൺഗ്രസ്സുകാരുടെ ഒക്കെ നിലപാടെന്ന് പറഞ്ഞാൽ, അടിസ്ഥാനപരമായി മുസ്ലിങ്ങളെ സംബന്ധിച്ചാൽ നമുക്ക് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാം. ഇനി മുസ്ലിങ്ങളോട് കോൺഗ്രസ്സുകാർ പലപ്പോഴും പറയാറുള്ളത്, ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാത്ത നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തോ ത്യാഗം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ്സുകാർ സംസാരിക്കുന്നത്. പക്ഷേ ഗുരുജി നേരെ പ്ലേറ്റ് തിരിച്ച് അങ്ങനെയല്ല, യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കുമെന്നും എന്നിട്ട് ഗുരുജി പറയാണ്, രാജ്യങ്ങളുടെ നാശത്തിന് കാരണമാകും ഈ ഏകശിലാത്മകത, ഈ യൂണിഫോമിറ്റി. കൃത്യമായി ഹിന്ദിയിൽ പറഞ്ഞാൽ ഏകരൂപത രാഷ്ട്രോം കെ വിനാശ് കെ കാരൻ ഹെ. ഇതാണ് എക്സാക്ട് ഇത്. ഹിന്ദിയിൽ പറഞ്ഞാൽ ഈ ഏകരൂപത, ഏകശിലാത്മകത, ഈ യൂണിഫോമിറ്റി അടിച്ചേൽപ്പിച്ചാൽ അത് രാജ്യങ്ങളുടെ നാശത്തിന് കാരണമാകും. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ്, യൂണിഫോം സിവിൽ കോഡ് അല്ല. അപ്പം ഗുരുജി ആദ്യകാലത്ത് തീവ്രസ്വരക്കാരനായിരുന്നു. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെ ശത്രുക്കളായി കണ്ടവനായിരുന്നു. എന്നാൽ പിന്നീട് നന്നായി. ഈ നന്നാകലിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇനി 2, അപ്പൊ നിങ്ങളിൽ പലരും ചോദിക്കും, ഇത് ഞാൻ മാത്രമേ പറയാറുള്ളൂ. ഞാൻ ഓടി നടന്ന് പ്രേമേന്ദ്രൻജിയോട് പറഞ്ഞിട്ടുണ്ട്, ശശി തരൂർ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, TV ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ട്, അവർ പലരും പിന്നീട് ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും BJP അടക്കമുള്ള പാർട്ടികൾ യൂണിഫോം സിവിൽ കോഡ് എന്തോ വലിയ സംഭവമാണെന്ന് പറയുന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് നമ്മൾ അറിയേണ്ടത്. യൂണിഫോം സിവിൽ കോഡ് സംഭവമാണെന്ന് പറയുന്നതിന്റെ പിന്നിൽ, മലപ്പുറം പ്രത്യേക രാജ്യമാണെന്ന് പറയുന്നതിന്റെ പിന്നിൽ, മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്നതിന്റെ പിന്നിൽ, യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഹിന്ദുക്കൾ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിന്റെ പിന്നിൽ, 3 പെൺകുട്ടികളുടെ കഥ 32,000 പേരുടെ കേരള സ്റ്റോറിയാണെന്ന് കള്ളം പറയുന്നതിന്റെ പിന്നിൽ, ഹലാൽ ജിഹാദ് നടക്കുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിൽ, മുസ്ലിങ്ങൾ തുപ്പിയിട്ടാണ് ആഹാരം തരുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിൽ, ഇതിന്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ മനസ്സും ഒരൊറ്റ കാരണവുമാണ്. ഇതിന്റെ നിങ്ങൾ മനസ്സിലാവും. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ മനസ്സും ഒറ്റ കാരണവുമാണ്. കള്ളങ്ങൾ മാറുന്നേ ഉള്ളൂ, കോർ ഒന്നാണ്.
കള്ളങ്ങൾ മാറുന്നു, പക്ഷെ കോർ ഒന്നാണ്. ആ ഉം. കോറിനെ ഞാനൊരു ചോദ്യ രൂപേണ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. ഉം. ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച്. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളികളിൽ പോകുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, ഒരു പരസ്പരം സഹായിക്കുന്നതൊക്കെ ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ പോകുന്നത്? ഞായറാഴ്ച. ഞായറാഴ്ചയാണ് അല്ലേ? ഉം. ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്, പ്രാർത്ഥിക്കുന്നത്, പരസ്പരം സഹായിക്കാൻ തീരുമാനിക്കുന്നതൊക്കെ ഏത് ദിവസമാണ്? വെള്ളിയാഴ്ച. ഏത് ദിവസമാണ് നിങ്ങളുടെ ഹിന്ദു സഹോദരങ്ങൾ ഇതേപോലെ ഞങ്ങളുടെ അമ്പലത്തിൽ ഒത്തുകൂടുന്നതോ, പരസ്പരം സഹായിക്കണമെന്ന് പറയുന്നതോ, പ്രാർത്ഥിക്കുന്നതോ, ഒരുമിച്ച് ചേരുന്നതോ ഏത് ദിവസമാണ്? ഞങ്ങൾ മുസ്ലിംസിനുള്ളത് പോലെ ഒരു സ്പെസിഫിക് ഡേ അതുവരെ കണ്ടിട്ടില്ല. മുസ്ലിംസിനോ ക്രിസ്ത്യൻസിനോ ഉള്ളതുപോലെ ഒരു സ്പെസിഫിക് ഡേയോ ടൈമോ ഒന്നും നമുക്കില്ല. അപ്പൊ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ, ഇതൊരു ഉം. മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോൺ ദിവസത്തിൽ ഒരിക്കൽ റീചാർജ് ചെയ്യേണ്ടതാണ് അല്ലേ? ഉം. ദിവസത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ചാർജ് ഇതേപോലെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മളെ തന്നെ റീചാർജ് ചെയ്യേണ്ടതാണ്. ഉം. ആഴ്ചയിൽ ഒരിക്കൽ മനുഷ്യരെ റീചാർജ് ചെയ്യേണ്ടതാണ്. ഈ റീചാർജ് ആണ് എന്താ പരിശുദ്ധ ജുമയ്ക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോഴോ നമ്മുടെ മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങൾ കിട്ടുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടൊരു ഡയലോഗ് പറയുകയാണെന്നല്ല. 2016 ഹാർവേർഡ് യൂണിവേഴ്സിറ്റി ജാമ സൈക്കാട്രി വെറുതെ ഗൂഗിളിൽ പോയി സൂയിസൈഡ് ആൻഡ് ചർച്ച് അറ്റൻഡൻസ് നടിച്ചു നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയായ ഹാർവേർഡ് യൂണിവേഴ്സിറ്റി 14 വർഷം നടത്തിയ പഠനം, ചുമ്മാ ഡയലോഗ് അടിയല്ല, തത്വചിന്തയല്ല, ഫിലോസഫി അല്ല, ചുമ്മാ തെള്ളി വിശദീകരിക്കുന്നതല്ല, 84,000 ആൾക്കാരിൽ നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ 14 വർഷം കൊണ്ട് ഹാർവേർഡ് യൂണിവേഴ്സിറ്റി കണ്ടെത്തി പ്രസിദ്ധീകരിച്ച പിയർ റിവ്യൂഡ് ആയ പഠനം പറയുന്നത്, നമ്മളെ പറഞ്ഞ ആഴ്ചയിൽ ഒരിക്കൽ പള്ളി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ചർച്ചിൽ പോവുകയാണെങ്കിൽ മോസ്കിൽ പോവുകയാണെങ്കിൽ അവരുടെ ഇടയിൽ ആത്മീയമായ ഒരു മെച്ചപ്പെടൽ ഉണ്ടാകും, പരസ്പര ബന്ധമുണ്ടാകും, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ഉണ്ടാകും, പരസ്പര സംസാരവും മറ്റും ഉണ്ടാകും. അത് കാരണം ജീവിതത്തിൽ ആത്മഹത്യ, മദ്യപാനം, കുടുംബ തകർച്ച തുടങ്ങിയ കാര്യങ്ങൾ കുറയും. കുടുംബ തകർച്ചയില്ല, ക്ഷമിക്കണം, ആത്മഹത്യ, മദ്യപാനം, സോഷ്യൽ സ്ട്രെസ് തുടങ്ങിയ കാര്യങ്ങൾ കുറയും. ഇതാണ് യഥാർത്ഥത്തിൽ ഞായറാഴ്ചകളിൽ ക്രിസ്ത്യാനികൾക്കും വെള്ളിയാഴ്ചകളിൽ മുസ്ലിങ്ങൾ സംഭവിക്കുന്നത്. ഇത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് സംഭവിക്കാറില്ല. ഇത് സംഭവിക്കാത്തത് കാരണം എന്തു പറ്റുന്നു? 2 കാര്യങ്ങൾ പറ്റുന്നു. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതാണ് അതിന്റെ കോർ. ഞാൻ 5000 വർഷങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങൾ ഹിന്ദുക്കളുടെ 5000 വർഷങ്ങളുടെ പ്രശ്നങ്ങൾ 50 സെക്കൻഡിൽ പറയുകയാണ്. 5000 വർഷത്തോളമായി നിലനിൽക്കുന്ന നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന്റെ പ്രശ്നം ഒരു 50 സെക്കൻഡിലേക്ക് ചുരുക്കി പറയാണ്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് ചേട്ടന് എത്ര ടൈം വേണമെങ്കിലും എടുക്കാം. 30 സെക്കൻഡ് 50 സെക്കൻഡ് ലിമിറ്റ് ഇവിടെ അല്ല. അല്ല, ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞാലേ നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഒരു പക്ഷേ ഗ്രാബ് ചെയ്തൊന്നുമില്ല. വളരെ ക്യാപ്സൂൾ രൂപത്തിൽ ക്രിസ്പായി പറയുമ്പോൾ അവർക്ക് കൂടുതൽ ചിന്തിക്കാൻ കിട്ടും. നമ്മൾ അതിന്റെ പോയിന്റേഴ്സ് കൊടുത്താൽ അവർ ചിന്തിച്ചോളൂ. 5000 വർഷങ്ങളുടെ പ്രശ്നങ്ങൾ ഈ 50 സെക്കൻഡിൽ പറയാം. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ ഈ സത്സംഗം, കൂടിച്ചേരൽ, കമ്മിങ് ടുഗദർ, യോജിപ്പ് ഹിന്ദുക്കളുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അപ്പുറത്തൊരു ശത്രു വേണം. അപ്പുറത്ത് ആരെങ്കിലും നമ്മളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറയണം. വിഘടിച്ച് കിടക്കുന്ന നായരെ, ഈഴവനെ, പുലയനെ, പറയനെ, നമ്പൂതിരിയെ, ധീവരനെ, വെള്ളാളനെ, വ്യത്യസ്ത ജാതികളുണ്ട് ഞങ്ങളുടെ ഇടയിൽ. ഇവരെ എല്ലാം ഒരുമിപ്പിക്കാനും ഞങ്ങളെ ഒന്ന് എനർജൈസ് ചെയ്ത് നിർത്താനും അപ്പുറത്തൊരു ശത്രുവുണ്ട്, അപ്പുറത്തൊരു എതിരാളിയുണ്ട്, അപ്പുറത്ത് നമ്മളെ തട്ടിക്കൊണ്ടു പോകാൻ ആരോ ഉണ്ട്. നിങ്ങളുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു, അതാണ് ലവ് ജിഹാദ്. നിങ്ങളുടെ സ്ഥലം തട്ടിക്കൊണ്ടു പോകുന്നു, അതാണ് ലാൻഡ് ജിഹാദ്. അവരുടെ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ കയറരുത്, അതാണ് തുപ്പൽ ജിഹാദ്. നമ്മുടെ ലതാ മങ്കേഷ്കർ മരിക്കുമ്പോൾ ഷാറൂഖ് ഖാൻ വന്ന് തുപ്പി, ദുവ ചെയ്തതാണ് തുപ്പി എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള അല്ലെങ്കിൽ ഹലാൽ ജിഹാദ് നടക്കുന്നു എന്ന് പറയുന്നത് മറുവശത്തൊരു ശത്രു ഉണ്ടെന്ന് കണ്ടാലേ ഞങ്ങളുടെ ആൾക്കാർക്ക് എനർജി ഉള്ളൂ. മറുവശത്ത് അപ്പുറത്ത് ആരോ ഇരുന്ന് നമ്മളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാലേ ആ എനർജി ഉള്ളൂ. ഇതാണ് ഇതിന്റെ കോറിൽ കിടക്കുന്നത്. ഇത്തരം പോയിന്റ് ഞങ്ങളുടെ ഇടയിലെ ആരെയെങ്കിലും ചൂണ്ടിക്കാണിച്ചാലുള്ള പ്രശ്നം, അത് കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ആണെങ്കിലും കോൺഗ്രസ് ഹിന്ദു ആണെങ്കിലും BJP ഹിന്ദു ആണെങ്കിലും, ഹിന്ദുക്കളുടെ വലിയ പ്രശ്നം ഞങ്ങളുടെ ഈ ഫിലോസഫികൾ വളരെ വേഗാണ്. അതുകൊണ്ട് ഒരുപാട് തെള്ളിനുള്ള പോസിബിലിറ്റി ഉണ്ട്. തെള്ളെന്ന് പറഞ്ഞാൽ എങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന പോസിബിലിറ്റി ഉണ്ട്. ഞാൻ തന്നെ ചില രീതികളിൽ ചില ആൾക്കാരോട് പറയാറുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയുണ്ട്, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയുണ്ട്, നമ്മൾ ഹിന്ദുക്കൾക്ക് ശനിയാഴ്ച വേണമെന്നൊക്കെ. അപ്പൊ ഇവരെന്ത് പറയുന്നറിയാമോ? ഈ തെള്ളുന്നവരെന്ത് പറയുന്നറിയാമോ? എന്നോട് ലൈവായിട്ട് പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഈശ്വർ, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച രാവിലെയാണ് ദൈവത്തിനും സമൂഹത്തിനുമായി സമയം മാറ്റി വെക്കുന്നത്. മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ദൈവത്തിനും സമൂഹത്തിനുമായി സമയം മാറ്റി വെക്കുന്നത്. നമ്മൾ ഹിന്ദുക്കൾ എല്ലാ നിമിഷവും ദൈവത്തിനും സമൂഹത്തിനുമായി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു സ്വാമിയോട്
സ്വാമി ഈ തെള്ള് കാരണമാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയത്. ഈ തെള്ളെന്ന് പറഞ്ഞാൽ ചുമ്മാ ഡയലോഗാണ്. അതായത് പഞ്ച് ഡയലോഗ് അടിക്കുക, ഗും ഡയലോഗ് അടിക്കുക. ഈ ഡയലോഗാണ് പ്രശ്നം. ഇനി ഞാനിത് പറയുന്നത് എൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു, നോക്കിയോട്ടെ. എൻ്റെ തെളിവിനായിട്ട് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, തപ്പിയെടുക്കണം. പക്ഷേ ഞാൻ പറഞ്ഞാ മതി. ഡേറ്റ അയച്ചു തരാം. ഇനി ഇത് ഞാൻ ഈ പറയുന്നത് തത്വം മാത്രമാണോ, എന്തെങ്കിലും എംപിരിക്കൽ ട്രൂത്ത് ഉണ്ടോ, പ്രൂവബിൾ ട്രൂത്ത് ഉണ്ടോ? അതായത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ നോക്കണമല്ലോ. കേരള പോലീസിന്റെ DGP ആയിരുന്ന ഡോക്ടർ സിബി മാത്യൂസ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് പഠനത്തിന് വേണ്ടി നടത്തിയ റിസർച്ച് കേരളത്തിലെ ആത്മഹത്യകളെ കുറിച്ചാണ്. അത് DC ബുക്സ് എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും പ്രധാന പ്രസാധകർ ഒരു പുസ്തകമാക്കി പുറത്തിറക്കിയിട്ടുണ്ട്. പുസ്തകത്തിന്റെ പേര് മലയാളി ഇങ്ങനെ മരിക്കണമോ. ഞാൻ ഇത് പറയുന്നത് ആരെങ്കിലും ഒരു പ്രസംഗത്തിൽ പറയുന്നതല്ല. 4-5 വർഷം റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് തീസിസ് സമർപ്പിച്ച് പുസ്തകം പ്രസിദ്ധീകരിച്ചതിലെ ഒഫീഷ്യൽ അക്കൗണ്ടാണ്, അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റഡിയാണ് പറയുന്നത്. അതിൽ പറയുന്നത് കേരളത്തിൽ ഹിന്ദുക്കൾ ഏകദേശം 50 മുതൽ 55% വരെയാണ്. നമ്മുടെ മുസ്ലിം സഹോദരന്മാർ 27 മുതൽ 29% വരെ. നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാർ 18 മുതൽ 19% വരെ, അല്ലെങ്കിൽ 17 മുതൽ 19% വരെ. ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ കണക്ക്. സിബി മാത്യു കണ്ടെത്തുന്നുണ്ട് 50% ഹിന്ദുക്കളിലാണ് 80% ആത്മഹത്യകൾ നടക്കുന്നത്. 50% ഹിന്ദുക്കളിലാണ് 83.7% മദ്യപാനത്തിന്റെ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഇതൊന്നും കൈന്നിട്ട് പറയുന്നതല്ല. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡേറ്റ അടക്കം വെച്ച്, ഒഫീഷ്യൽ ഡേറ്റ വെച്ച് അദ്ദേഹം സ്റ്റഡിയും റിസർച്ചും നടത്തുക. ഞങ്ങളും ഒരുപാട് ഇങ്ങനെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ 50% ഹിന്ദുക്കളിലാണ് 80-85% കുടുംബ തകർച്ചകളും നടക്കുന്നത്. ഇതാണ് ഹിന്ദുക്കളുടെ യഥാർത്ഥ പ്രശ്നം. ഈ യഥാർത്ഥ പ്രശ്നം വരുന്നതിന് ഒരു കാരണവും ഉണ്ട്. അതായത് 18 വയസ്സ് വരെ നമ്മുടെ ഒരു മുസ്ലിം സഹോദരന്റെ കുട്ടി, ക്രിസ്ത്യൻ സഹോദരന്റെ കുട്ടി ആഴ്ചയിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും വെച്ച് അവരുടെ സൺഡേ സ്കൂളുകളിൽ പോയി, ഓത്തുപള്ളികളിൽ പോയി, മദ്രസകളിൽ പോയി പരിശുദ്ധ ബൈബിൾ പഠിക്കുന്നു, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടും. ഇത് നമ്മൾ 5-6 വയസ്സിൽ ഗീത പഠിച്ചാലും ഖുർആൻ പഠിച്ചാലും ബൈബിൾ പഠിച്ചാലും വലുതായിട്ടൊന്നും മനസ്സിലാവില്ല. പക്ഷെ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം, അവിടെ കേൾക്കുന്ന കഥകൾ, അവിടുത്തെ നന്മയുടെ വാചകങ്ങൾ, മനസ്സിൽ മോഡൽ ചെയ്യാൻ കിട്ടുന്ന ഇമേജുകൾ, അവിടുത്തെ സോഷ്യലൈസേഷൻ, ഇത് കാരണം 5 മുതൽ 18 വയസ്സ് വരെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം കുട്ടിയുടെ മനസ്സിൽ 1000 മണിക്കൂറോളം ആത്മീയ വിദ്യാഭ്യാസം കിട്ടുന്നു, സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ എക്സ്പോഷർ കിട്ടുന്നു. പക്ഷെ ഹിന്ദു കുട്ടികൾക്ക് അങ്ങനെ യാതൊന്നും കിട്ടുന്നില്ല. ഇത് കാരണമാണ് ഇവർ ലേറ്റർ ലൈഫിൽ ഒരു സ്പിരിച്വൽ ക്രൈസിസോ ജീവിതത്തിന്റെ പ്രതിസന്ധിയോ വന്നാൽ ഇവർ ആത്മഹത്യയിലേക്കും മദ്യപാനത്തിലേക്കും പോകുന്നതെന്ന് ഡോക്ടർ സിബി മാത്യൂസ്, DGP ആയ ഇൻഫർമേഷൻ കമ്മീഷണർ ആയിരുന്ന ഡോക്ടർ സിബി മാത്യൂസ് അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഹിന്ദുക്കളുടെ യഥാർത്ഥ പ്രശ്നം. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞു ഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രസംഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് എന്ത് പറയുന്നു, നമ്മുടെ 400 പെൺകുട്ടികളെ കോഴിക്കോട് നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് കടൽ മാർഗം കടത്തി എന്ന് പറയുന്നു. എന്നോട് തന്നെ ജോർജ് ഇതൊരു BJP നേതാവും ഇത് അഡ്രസ് ചെയ്യില്ല ഈ പ്രശ്നം. കാര്യം ഇത്രയൊന്നും സങ്കീർണമായി അഡ്രസ് ചെയ്യാൻ പറ്റില്ല. അതാണ് പറ്റില്ലെന്ന് അവരെ മോശമായിട്ടല്ല കേട്ടോ, അവർക്ക് ഇത്രയൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള എഫേർട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് PC ജോർജ് സാർ. അത് ചുമ്മാ പറയുന്നതല്ല. PC ജോർജ് സാർ എന്നെയൊക്കെ ശബരിമല വിഷയത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. PC ജോർജ് സാർ എന്നോട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, മറ്റേ പെൺകുട്ടികളെ കോഴിക്കോട് നിന്ന് കപ്പൽ മാർഗം അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ. അപ്പോൾ എൻ്റെ അമ്മയോട് ഞാനിത് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മയുടെ റെസ്പോൺസ് കേൾക്കണം കേട്ടോ. എൻ്റെ അമ്മ ബ്രാഹ്മണ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വനിതാ പ്രസിഡന്റാണ്. അമ്മ പറഞ്ഞു, 400 പിള്ളേരെ ഒന്നും കൊണ്ടുപോയി കാണില്ല, പക്ഷെ ഒരു 10-15 പിള്ളേരെങ്കിലും കൊണ്ടുപോയി കാണില്ലേ? പറയുമ്പോൾ ഒരു 15 പിള്ളേരെങ്കിലും പോവില്ലേ? ഞാൻ എൻ്റെ വൈഫ് ദീപയോട് പറഞ്ഞു, ദീപ എന്താ നിന്റെ അഭിപ്രായം? ദീപ പറഞ്ഞു, രാഷ്ട്രീയക്കാരെങ്ങനെ പറയുന്നതാണ്, പക്ഷെ ഒരു 5-6 പേര് പോയി കാണും. 5-6 പേരെങ്ങനെ അഫ്ഗാനിസ്ഥാനിലേക്ക് ആരെങ്കിലും കൊണ്ടുപോയി കാണും. അത് ഞാനപ്പോൾ അവരോട് 2 പേരോടും പിന്നെ ജോർജ് സാറിനോട് പറഞ്ഞു, സാറേ ഒരു പ്രശ്നമേ ഉള്ളൂ, അഫ്ഗാനിസ്ഥാനിൽ കടലില്ല. അഫ്ഗാനിസ്ഥാനിലോട്ട് അതായത് ഈ 400 എന്ന് പറയുമ്പം ജോർജ് സാറ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് 4 വിചാരിക്കണം. 4 വിചാരിക്കണം. പക്ഷെ പ്രശ്നം അഫ്ഗാനിസ്ഥാനിൽ കടലില്ല. അപ്പൊ എന്തായാലും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതാണ് ഇതിലെ പ്രശ്നം. അപ്പോ ഈ അപരത്വം ഉണ്ടാക്കാൻ, ഇതിനെ പൊളിറ്റിക്സ് ഓഫ് അതറൈസേഷൻ എന്ന് പറയും. അപരത്വം ഉണ്ടാക്കാൻ ഇത് ചെയ്യുന്നു. ഇനി നിങ്ങൾ പോളണ്ടിൽ കൂടി ആയതുകൊണ്ട് ഞാൻ കൗതുകമുള്ള 1-2 കാര്യം കൂടെ പറയാം. പ്രത്യേകിച്ച് പോളണ്ട് കൂടി ആയതുകൊണ്ട് ഇത് ബേസിക്കലി വരുന്നത് ഒരു ആര്യൻ മനസ്ഥിതിയിൽ നിന്നാണ്. അതായത് ഞാൻ ജനിച്ചത് ബ്രാഹ്മണ സമുദായത്തിൽ നിന്നാണ്. ഈ ആര്യൻ ലൈനേജ് ഉള്ള ബ്രാഹ്മണ സമുദായമാണ്. ഇതേ ആര്യൻ ലൈനേജ് ആണ് നമ്മുടെ നാസികൾക്ക്, ജർമ്മനിയിലെ പഴയ നാസികൾക്കുള്ളത്, അല്ലെങ്കിൽ അമേരിക്കയിലെ വൈറ്റ് സുപ്രീമാസിസ്റ്റുകൾ, വെള്ള ഷോവനിസ്റ്റുകൾ, കൂക്ലക്സ് ക്ലാൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ.
ഇതിന്റെ കോർ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് അവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് ഈ ആര്യന്മാരെന്ന് പറയുന്ന ഇൻഡോ യൂറോപ്യൻസ് പാസ്റ്റോറലാണ്. പാസ്റ്റോറൽ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെയും ആടുമാടുകളെയും മേയിച്ച് ഒരു സ്ഥലത്ത് താമസിക്കാതെ കണ്ടിന്യൂസ് ആയി മൂവ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ഇന്നല്ല കേട്ടോ, ഞാൻ പറയുന്നത് 3000, 4000, 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. അവരാണ് ഈ സെൻട്രൽ ഏഷ്യൻ എന്ന് വിളിക്കുന്ന സ്റ്റെപ്പുകളിൽ നിന്ന് ഇന്ത്യയിലോട്ടും ജർമ്മനിയിലോട്ടും ഒക്കെ വരുന്ന ഈ ആര്യൻ ഗ്രൂപ്പ്സ്. എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, ഞാൻ അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കാം. നമ്മളെല്ലാവരും പഴയ ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്നിരിക്കട്ടെ, നമ്മളൊരു 5000 വർഷം മുമ്പാന്നിരിക്കട്ടെ, നമ്മളുടെ ഇടയിൽ ഒരു 500 പേരുണ്ടെന്നിരിക്കട്ടെ. നമ്മളിൽ ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ഹീറോ ആകാൻ പറ്റുക, ലീഡർ ആകാൻ പറ്റുക, നായകനാകാൻ പറ്റുക? 500 പേരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, കുടുംബങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാരെയും വിഭജിക്കണം. വിഭജിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് കറക്റ്റാണ്. എന്നാലും കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാര്യം പുലി വരുന്നേന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ 500 പേര് ഒരുമിച്ച് നിൽക്കൂ. നിനക്കറിയാലോ, പുലി വരുന്നുണ്ട്, നിന്നെ തട്ടിക്കൊണ്ടുപോകും, നിന്റെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകും, നമ്മുടെ മൃഗങ്ങളെ കഴിച്ചു തിന്നും. അങ്ങനെ പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നേ. ഇനി ആ പുലിയുടെ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ഞാൻ നായകനായി വരണം, ഞാൻ പുലിക്കെതിരെ പോരാടണം. ഈ പുലി ഇല്ലാത്ത പുലിയെ പറഞ്ഞ് ഞാൻ നായകനാകുകയാണ്, ഇല്ലാത്ത പുലിയെ പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ ഒന്നിപ്പിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഒന്നിപ്പിച്ച് ഞാൻ, അല്ലെങ്കിൽ ഇത് പറയുന്നവൻ ഹീറോ ആകാൻ ശ്രമിക്കുകയും ലീഡർ ആകാൻ ശ്രമിക്കുകയാണ്. അത് തന്നെയാണ് വിത്ത് ഡ്യൂ റെസ്പെക്ട് യോഗി ആദിത്യനാഥ് ജി ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ സുരേന്ദ്രൻ ജി ഇവിടെ ചെയ്യാൻ നോക്കുന്നത്. അത് തന്നെയാണ് PC ജോർജ് സാർ ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ഇത് ആഴമേറിയ ഒരു മനഃശാസ്ത്ര വിഷയമാണ്. ഇംഗ്ലീഷ് സിനിമകൾ കാണാറുണ്ടോ? കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്. കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മുടെ ലിയനാർഡോ ഡികാപ്രിയോ ഉണ്ട്, ബ്രാഡ് പിറ്റ്. മസ്റ്റായി കാണണം. അത് ഒരു ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിയാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അമേരിക്കയിലെ വെളുത്ത വംശജരായ ഒരു കുടുംബത്തെ വെള്ളക്കാർ തന്നെ കൊല്ലുകയാണ്. എന്നിട്ടത് കറുത്തവരാണ് ചെയ്തതെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഒരു കലാപത്തിന് ശ്രമിക്കുകയാണ്. ഭയങ്കര രസമുള്ള, അതായത് പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയെ വരെ കൊല്ലുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്നത് പോലെ പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയെ, ഇത് വായിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഞാൻ കോർട്ട് US സാധനങ്ങൾ അവൈലബിൾ ആയത് ഞാൻ വായിച്ചു. ഇവര് വെള്ളക്കാരായ തീവ്രവാദികൾ വെള്ളക്കാരായ ഒരു ഫാമിലിയെ കൊന്നിട്ട് കറുത്തവരാണ് അത് ചെയ്തതെന്ന് വരുത്തി തീർത്തി അവരതിനെ വിളിക്കുന്നത് രഹോവ എന്നാണ്. ഈ അർബൻ നാസികളുടെ ടെർമിനോളജി അറിയാമെങ്കിൽ അറിയാം. രഹോവ എന്ന് പറഞ്ഞാൽ റേഷ്യൽ ഹോളി വാർ. ഈ രഹോവ, അതായത് വെള്ളക്കാരും കറുത്തവരും തമ്മിൽ നടക്കുന്ന റേഷ്യൽ ഹോളി വാർ നടക്കാനാണ്. ഇതിന്റെ മറ്റൊരു രൂപമാണ് ഇന്ത്യയിൽ ഉത്തർപ്രദേശിലും മറ്റും കാണുന്നത്. അവിടുത്തെ തീവ്ര ഹിന്ദുത്വവാദികൾ സ്വന്തമായി പശുവിനെ വെട്ടി വഴിയിലിട്ട് അത് മുസ്ലിങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചൊരു കലാപത്തിന് ശ്രമിക്കും. ഞാൻ RSS BJP വേദികളിൽ പോകുമ്പോൾ പറയുന്നുണ്ട്, ഇതിനുള്ള 2 പിള്ളേരെ അറസ്റ്റ് ചെയ്തത്, അവരുടെ പേര് രാം തിവാരി മംഗൾ. ദി വയർ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 20ഉം 21ഉം വയസ്സായ ബ്രാഹ്മണ പിള്ളേരാണ്, എൻ്റെ സമുദായത്തിലുള്ള പിള്ളേരാണ്. ഇവര് സ്വന്തമായി പശുവിനെ വെട്ടിയിട്ടു, എന്നിട്ട് മുസ്ലിങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞു, എന്നിട്ട് കലാപത്തിന് ശ്രമിച്ചു. അത് എന്നിട്ട് യോഗി ആദിത്യനാഥ്ജിയുടെ പോലീസ് അടക്കം പിടിച്ചകത്തിട്ടു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു തീവ്രവാദ മനസ്സാണ്. അതായത് എങ്ങനെങ്കിലും സ്വന്തമായി വേദനിപ്പിച്ച് ശത്രു വരുന്നു എന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കി ചെയ്യുക. ഇതിന്റെ വേറൊരു രീതിയാണ്, പോളണ്ട് ആക്രമണത്തിന് മുമ്പാണെന്നാണ് എൻ്റെ, അതെ ആണ്, ഇൻവേഷൻ ഓഫ് പോളണ്ടിന് മുമ്പ് റെയ്ച്ച്ടാഗ് എന്ന് പറയുന്ന നമ്മുടെ ജർമ്മനിയിലെ അസംബ്ലി മന്ദിരം, അവരുടെ പാർലമെന്റ് തീയിടും. അങ്ങനെയാണ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലർ ആകുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അതിന് തെളിവുണ്ട്, വെളിയിലേക്ക് വന്നിട്ടുണ്ട്, അത് നാസികൾ തന്നെ ചെയ്തതാണ്. എന്നിട്ട് അവിടുത്തെ ലെഫ്റ്റിസ്റ്റുകൾ ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആക്രമണം നടത്തുകയും അങ്ങനെയാണ് ഹിറ്റ്ലർ വരുന്നത്. അപ്പൊ അടിസ്ഥാനപരമായി ഞാനിങ്ങനെ പലരെയും നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ ഒന്നും സംസാരിക്കില്ലേ, ഈ റേഞ്ചിൽ എന്നോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാവും, നമ്മൾ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയല്ലോ. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ് അങ്ങനെ പറഞ്ഞ് നിങ്ങളൊരു ടേബിളിൽ ഇരിക്കുമ്പോൾ. ഞാനിവരെ നന്നാക്കാൻ നോക്കുന്ന ആളായതുകൊണ്ട് ആൾക്കാരുടെ ഡീറ്റെയിൽസ് പറയാതെ എന്താ സംഭവിച്ചെന്ന് പറയാം. കേരളത്തിലെ ഉദാഹരണം വെച്ച് പറയാം. ഹരിപ്പാട് ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമുണ്ട്, നമ്മുടെ കേരളത്തിലെ ഹരിപ്പാട്, സെൻട്രൽ ട്രാവൻകൂറിലുള്ളത്. എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചു. അവിടെ എന്നെ വിളിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാഹുൽ ഈശ്വർ ഒന്ന് വരണം നമ്മുടെ പരിപാടിക്ക്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ പരിപാടിക്ക് വിളിക്കുക, അതെന്താ അങ്ങനെ നിങ്ങൾ എന്നെ വിളിക്കുന്നതിന്? പറഞ്ഞു, അല്ല, അമ്പലത്തിന്റെ ഒരു പരിപാടിയാണ്, ഞങ്ങൾ BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം ഒരുമിച്ചാണ് ഈ വിഷയത്തിൽ. രാത്രി ഏതോ ആരോ വന്നിട്ട് അമ്പലത്തിലേക്ക് മറ്റേ ഇതെറിയുന്നു, അമ്പലത്തിലേക്ക് മാലിന്യം എറിയുന്നു. ഇതാണ്
വിഷയം. അപ്പൊ ഇതിനെതിരെ നമ്മുടെ അമ്പലമല്ലേ, അങ്ങനെ ശരിയല്ലല്ലോ. ഏത് മതവും ഞാൻ പോയി അവിടെ ബിജെപി അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികളുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്, ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ അവിടെ കുറെ പേരോട് ചോദിച്ചു, എനിക്കറിയാവുന്ന ഈ ഹിന്ദുത്വവാദികളും മറ്റുമുണ്ട്. അപ്പോൾ ഒരു ഹിന്ദുത്വവാദിയോട് ചോദിച്ചു, മോനെ ആരാ ഇത് ചെയ്യുന്നത്, ഇത് ഭയങ്കര മോശമല്ലേ, ഒരു അമ്പലത്തിൽ വന്നിട്ട് രാത്രി മാലിന്യം എഴുതുന്നത്. അപ്പോൾ അവൻ ഭയങ്കര സെക്കുലറായിട്ട് പറഞ്ഞു, ചേട്ടാ ആരാന്നറിഞ്ഞാലും ഇത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ പതുക്കെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി തിരിച്ചു കയറുമ്പോൾ അവനോട് പതുക്കെ പറയാണ്, ചേട്ടാ ആരാന്നൊന്നും ഒരു പിടിയില്ല, പക്ഷേ ഒരു ലോറി രാത്രി വരുന്നുണ്ട്, അതിൽ ഇൻഷാ അള്ളാ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. എനിക്ക് എൻ്റെ അസുഖം മനസ്സിലായി. ഞാൻ പിന്നെ അവനെ എൻ്റെ കൂടെ വിളിച്ചിരുത്തി ഫുള്ള് കഥകൾ പറഞ്ഞ്, ഇതല്ല നമുക്ക് വേണ്ടത്. ഇത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. ഈ സ്ഥിരം ചെയ്യുന്ന പരിപാടി ചെയ്യുന്നതിൻ്റെ മനസ്സാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അതായത് ഇപ്പം ഞാൻ ആരെയും മോശമായിട്ട് പറയാനില്ല, എനിക്ക് സുരേന്ദ്രൻജിയെ ഇഷ്ടവും ബഹുമാനവുമാണ്. മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്നത് കള്ളമാണെന്ന് സുരേന്ദ്രൻജിക്ക് അറിയാം. കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, കേൾക്കുന്ന BJP-ക്കാർക്ക് അറിയാം, കേൾക്കുന്ന RSS-കാർക്ക് അറിയാം. കാര്യം മലപ്പുറത്ത് 10-12 ലക്ഷം ഹിന്ദുക്കളില്ലേ, അവർ മാസം വെള്ളം കുടിക്കാൻ ജീവിക്കുകയാണോ? വേറെ കടകളില്ലേ? പക്ഷെ ഞാൻ മലപ്പുറത്ത് കഴിഞ്ഞ നോമ്പ് കാലത്ത് കൂടെ പോയിട്ടുണ്ട്. ഞങ്ങൾ മലപ്പുറത്തുള്ള ആൾക്കാരാ, ഞങ്ങൾ 3 ആളും മലപ്പുറം. ഇത് പറയുന്നത് എന്തിനാ? ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇത്രയും പബ്ലിക്കലി ഈ കള്ളം പറയുന്നതിന്റെ റീസൺ എന്താ? ആ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജ്ജമുണ്ട്, ഇത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചർച്ചയും തർക്കവും ഉണ്ട്, ഇത് പറയുമ്പോൾ ഉണ്ടാകുന്ന വിവാദവും മറ്റുമുണ്ട്. ഇതിനു വേണ്ടിയിട്ടാ. അതൊരു ലഹരിയാണോ അവർക്ക്? അത് ലഹരിയെ കാട്ടി അത് ഒരു ആത്മീയ ശൂന്യതയാണ്, അത് ഉള്ളിലുള്ള ശൂന്യതയാണ്. അതായത് ഒരു സ്പിരിച്വൽ വാക്യൂമാണ്. ഇത് പലപ്പോഴും നമ്മുടെ മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മനസ്സിലാവാറില്ല. അതായത് ഞങ്ങളുടെ ഉള്ളിലുള്ള ഈ വാക്യൂമിനെ എങ്ങനെങ്കിലും ഞങ്ങൾക്ക് ഫില്ല് ചെയ്യണം. ഈ വാക്യൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കാൻ ആളില്ല, ശ്രദ്ധയില്ല, സോഷ്യൽ അറ്റൻഷൻ ഇല്ല, സോഷ്യൽ സപ്പോർട്ട് ഇല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇത് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഓടിക്കൂടും. അസ് വേഴ്സസ് ദം, ഞങ്ങൾ വേഴ്സസ് അവർ എന്ന് പറയുന്ന ഒരു തർക്കം ഉണ്ടാകും. TV ചാനലുകൾ ചർച്ചയ്ക്കെടുക്കും. 4 പേരെ വിളിക്കുമ്പം ഒരാളെയെങ്കിലും സുരേന്ദ്രൻജിയെ അനുകൂലിക്കാതിരുത്താൻ പറ്റില്ല. അങ്ങനെ 1 വേഴ്സസ് 3 ആകും. കണ്ടോ, നിങ്ങളെല്ലാം കൂടെ ഞങ്ങളെ ആക്രമിക്കുക എന്ന് പറയും. ഈ കള്ളം അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഈ കള്ളം ബോധപൂർവമാണ് പറയുന്നത്. അപ്പൊ ആ ബോധപൂർവം പറയുന്നതിനെ 2 രീതി ഡീൽ ചെയ്യാം. ഒന്നെങ്കിൽ അവരെ ട്രോൾ ചെയ്യാം, അവരെ ചീത്ത വിളിക്കാം, അവരെ മോശം പറയാം. അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി, അങ്ങനെയല്ല സുരേന്ദ്രൻജി, അങ്ങനെയല്ല, നമുക്ക് വേറെ രീതി പോകണം. ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഏറ്റവും പ്രശ്നം അനുഭവിക്കുന്ന ഒരു ജില്ല കേരളത്തിലാണ്. ഏതാണെന്നറിയാം? ഇത് ചോദിച്ചാൽ ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ചോദിക്കും. തീവ്ര ഹിന്ദുത്വവാദികൾ ചാടിക്കയറി മലപ്പുറം എന്ന് പറയും. തിരുവനന്തപുരമാണോ? തിരുവനന്തപുരമാണോ? ഞാൻ പറയാം, ഞാൻ അതിന്റെ റീസണും കൂടെ പറയാം. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ തീവ്ര ഹിന്ദുത്വവാദികൾ ചാടിക്കയറി മലപ്പുറം എന്ന് പറയും. ഹിന്ദുത്വവാദികൾ കുറച്ച് മടിയോടുകൂടി, ചമ്മലോടുകൂടി, ഷൈ ആയിട്ട് മലപ്പുറത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും. യഥാർത്ഥത്തിൽ മലപ്പുറത്ത് ഒരു പ്രശ്നവും ഇല്ല. യഥാർത്ഥ പ്രശ്നം പത്തനംതിട്ടയാണ്. ഈ പത്തനംതിട്ട ഞാൻ പറയുന്നത് എന്റെ കയ്യിലെ കണക്കിട്ടല്ല, കേരള ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റിന്റെയും കണക്കിട്ടാണ്. ഓരോ വർഷവും പത്തനംതിട്ട തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ വർഷവും പത്തനംതിട്ടയുടെ ജനസംഖ്യ തകർന്നില്ലാതാകുക. അവിടെ സ്കൂളുകൾ അടച്ചു പോവുകയാണ്, ഹോസ്പിറ്റലുകൾ അടക്കുകയാണ്, ബാങ്കുകൾ അടക്കുകയാണ്. BBC എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള മാധ്യമം അവിടെ വന്ന് കുമ്പനാട്, നിങ്ങൾ വെറുതെ BBC കുമ്പനാടെന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. കുമ്പനാട് വന്ന് BBC സ്റ്റോറി ചെയ്തു. എന്താണെന്നറിയാമോ? കുമ്പനാട് ഒരു പ്രേത നഗരമായി മാറുകയാണ് എന്ന്, ഗോസ്റ്റ് ടൗൺ ആയി മാറുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഇനി നിങ്ങൾക്ക് അറിയാം, അടുത്തൊരു കൗതുകം കൂടി ഉണ്ട്. ഒരു മിനിറ്റ്, ഇതിന്റെ റീസൺ മൈഗ്രേറ്റ് ചെയ്തിട്ടാണോ? അതെ, ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മളൊരു എപ്പിസോഡിൽ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡെഡ് ആയ അക്കൗണ്ട്സ് ഒക്കെ അവർക്ക് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പറയുമ്പോൾ, ഈ സീരിയസ് ആയ വിഷയം പറയുമ്പോൾ, ഇതിനെ അതിന്റെ ആഴത്തിൽ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ കൂടി നമ്മുടെ ലെഫ്റ്റിസ്റ്റ് സുഹൃത്തുക്കൾ, ഇടതുപക്ഷ സുഹൃത്തുക്കൾ പറയുന്ന ആർഗ്യുമെന്റ് ആണ് മൈഗ്രേഷൻ. ശരിയാണ്, ഒരു 5 to 10% മൈഗ്രേഷന്റെ വിഷയമുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ മൈഗ്രേഷൻ അല്ല വിഷയം. ഞാൻ ആ വിഷയം എന്താണെന്ന് മാത്തമാറ്റിക്കലി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. മാത്തമാറ്റിക്കലി ആ വിഷയം ഞാനത് പ്രൂവ് ചെയ്യാം. അതായത് യഥാർത്ഥത്തിൽ പത്തനംതിട്ടയുടെയും തിരുവനന്തപുരത്തിന്റെയും പ്രശ്നമൊക്കെ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ ജനസംഖ്യാ നിരക്കിന്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത്. ജനസംഖ്യാ നിരക്കിന്റെ പ്രശ്നം എന്താണ് എന്നും കൂടെ ഞാൻ പറയാം. ഞാൻ ഒറ്റ സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എഴുതുന്നത്. ഒരു സെക്കൻഡ് കാണാം, ദൂരെ ഈ ലോകത്ത് എല്ലാം കൂടെ 100 ആൾക്കാരെ ഉള്ളൂ എന്ന് വിചാരിക്കുക. ലോകത്തെല്ലാവർക്കും കൂടെ, ഈ ലോകത്തെല്ലാം കൂടെ ആദിമകാലവും നമ്മൾ വിചാരിക്കുക, ലോകത്തെല്ലാം കൂടെ 100 പേരേ ഉള്ളൂ. നമ്മൾ 50
ആണുങ്ങൾ 50 പെണ്ണുങ്ങളും. ഉം. 50 ആണ്, 50 പെണ്ണ്. ലോകത്ത് 100 പേരേ ഉള്ളൂ. കല്യാണം കഴിച്ച് ഇവർക്ക് ഒരു കുട്ടി മാത്രമാണ് ഉണ്ടായതെങ്കിൽ അടുത്ത തലമുറയിൽ എത്ര കുട്ടികൾ ഉണ്ടാവും? 50 പേര്. ഒരാണും ഒരു പെണ്ണും. അവർ കല്യാണം കഴിച്ച് ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത തലമുറയിൽ 50 പേരുണ്ട്. 50 പേര്. 100 പേരെന്നുള്ളത് ഒരു കുട്ടി മാത്രമാണെങ്കിൽ അടുത്ത തലമുറയിൽ എത്രയാകും? 50 ആകും, പകുതിയാകും. കാര്യം ഒരു അച്ഛനും അമ്മയും കൂടി ഒരുമിച്ച് ചേർന്നാണ് ഒരു കുട്ടി ഉണ്ടാവുന്നത്. അല്ലേ? സ്ഥലം അവിടെ 50 ആവും. അപ്പൊ ഈ 50ലും 50 പേർക്കും 25 നമുക്ക് എടുക്കാം. 25 ആണ്, 25 പെണ്ണും കല്യാണം കഴിച്ച് ഒരു കുട്ടി വീതമേ ഉണ്ടായെങ്കിൽ അടുത്ത തലമുറയിൽ എത്രയുണ്ടാവും? 25. ഒരാൾ മരിച്ചു എടുക്കാം കണക്കിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. 12 ആൺകുട്ടി, 12 പെൺകുട്ടി. ഇവര് കല്യാണം കഴിച്ച് ഒരു കുട്ടിയെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയിൽ എത്രയുണ്ടാകും? 12. അടുത്ത തലമുറയിൽ 6, അടുത്ത തലമുറയിൽ 3, അടുത്ത തലമുറയിൽ 1 0. അതായത് ഒരു ഉമ്മയുടെ അമ്മയുടെ അമ്മച്ചിയുടെ വയറ്റിൽ 2.1 കുട്ടികൾ കാണാൻ പറ്റുന്നു. 2.1 കുട്ടികൾ ജനിക്കണം എന്നുള്ളതാണ് അടിസ്ഥാന കണക്ക്. ഇതിനെയാണ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഒരു അമ്മച്ചിയുടെ ഉമ്മയുടെ വയറ്റിൽ ജനിക്കുന്നത്. ഈ 2.1നെ വിളിക്കുന്നത് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ്. ഒരു ജനത അതേപോലെ നിലനിൽക്കാനുള്ള ഫെർട്ടിലിറ്റി റേറ്റ്. ഇത് നമ്മുടെ നാട്ടിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് 2.5 to 2.7 ആണ്. നോർമലും ഹെൽത്തിയും നല്ലതുമാണ്. ക്രിസ്ത്യാനികൾക്ക് 1.6 ആണ്. ഹിന്ദുക്കൾക്ക് 1.1 to 1.3 ആണ്. ഇതാണ് ഹിന്ദുക്കളുടെ യഥാർത്ഥ പ്രശ്നം. ഈ ജനസംഖ്യാ തകർച്ച ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. ഞാനപ്പോൾ RSSന്റെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ഞാൻ വളരെ സീനിയർ, മേ ബി ടോപ്പ് 3 സംസാരിച്ചിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞു, രാഹുൽ ഈശ്വരെ, ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ നിനക്കൊക്കെ കെട്ടി കുട്ടി ഉണ്ടാക്കി കൂടിയിടാ എന്ന് പറഞ്ഞ് അവർ ട്രോൾ ചെയ്യും. നിനക്കൊക്കെ കെട്ടി നിന്റെ ലൈംഗികതയ്ക്ക് എന്ത് പറ്റി, നിന്റെ സാധനത്തിന് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ ട്രോൾ ചെയ്യുകയും ചെയ്യും. ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കും അറിയാം ഇത് തന്നെയാണ് യഥാർത്ഥ പ്രശ്നമെന്ന്. അതായത് ഹിന്ദുക്കളുടെ ജനസംഖ്യ ഭയങ്കരമായി കുറഞ്ഞു വരുന്നു. ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന പ്രശ്നം എന്താ? കേരളത്തിലെ, അതായത് ഈ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ കാസ അടക്കമുള്ളവരുടെ പ്രശ്നം, നല്ല ക്രിസ്ത്യാനികളുടെ അല്ല, കാസ അടക്കമുള്ള കുറച്ച് തീവ്ര ലൈൻ പിടിക്കുന്നവരുടെ പ്രശ്നം. 50 വർഷം മുമ്പ് ക്രിസ്ത്യാനികൾ കേരളത്തിന്റെ 21%, മുസ്ലിങ്ങൾ 17%. 50 വർഷം മുമ്പത്തെ സെൻസസിൽ. ഇന്ന് ക്രിസ്ത്യാനികൾ 17-18%, മുസ്ലിങ്ങൾ 27%. ഞാനപ്പം ക്രിസ്ത്യൻ സഭകളുടെ ഒരുപാട് പരിപാടിക്ക് പോകാറുണ്ട്. ഞാൻ അവരോട് പറയും, ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കൂ, മുസ്ലിങ്ങൾ കൂടിയതല്ല, ക്രിസ്ത്യാനികൾ കുറഞ്ഞതാണ്. മുസ്ലിങ്ങൾ കൂടിയതാണോ നോക്കാൻ കേരള ഗവൺമെന്റും ഇന്ത്യൻ ഗവൺമെന്റും എല്ലാ സമുദായത്തിന്റെയും ഫെർട്ടിലിറ്റി റേറ്റ് എല്ലാ വർഷവും എടുക്കുന്നുണ്ട്. എല്ലാ സമുദായത്തിന്റെയും ഫെർട്ടിലിറ്റി റേറ്റ് എല്ലാ വർഷവും എടുക്കുന്നുണ്ട്. കാര്യം അതിനനുസരിച്ചാണ് പോളിസികളും മറ്റും വരുന്നത്. ഇതിന്റെ പേര് കള്ളം പറഞ്ഞിട്ട് അർത്ഥമില്ല. ഒരു കണക്കൂടെ പറഞ്ഞ് നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ നാട്ടിലെ കണക്കെടുത്താൽ ഏകദേശം 95 ലക്ഷം മുസ്ലിങ്ങളുണ്ട്. 1 കോടിയോളം മുസ്ലിങ്ങളാണ്. 27, 29 അല്ലെങ്കിൽ അറൌണ്ട് 30% ആണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങൾ. ഹിന്ദുക്കൾ ഏകദേശം 50 or 54%. അതായത് 1 കോടി അല്ലെങ്കിൽ 90 ലക്ഷം 95 ലക്ഷം മുസ്ലിങ്ങൾ, 1,80,00,000 ഹിന്ദുക്കൾ. ഇതാണ് നമ്മുടെ നാട്ടിലെ കണക്ക്. കഴിഞ്ഞ 3 വർഷം 2-3 വർഷവുമായി എല്ലാ വർഷവും മുസ്ലിം കുട്ടികളാണ് കേരളത്തിൽ ഹിന്ദു കുട്ടികളെക്കാൾ കൂടുതൽ ജനിക്കുന്നത്. ഇത് കേട്ടാണ് RSSകാർക്ക് അല്ലെങ്കിൽ ഈ കുറച്ചൊരു തീവ്ര, എല്ലാവരും എല്ലാ RSSകാരും മോശമെന്നല്ല, ചില തീവ്ര ഹിന്ദുത്വവാദികൾ ഇങ്ങനെ കിടന്ന് ആവേശം കൊള്ളുന്നത്. ഞാൻ അവരോട് പറയും, മുസ്ലിങ്ങളുടെ കുട്ടികൾ നോർമലാണ്, ഹെൽത്തിയാണ്, നാച്ചുറലാണ്. നമുക്കാണ് ഒരു വർഷം ഏകദേശം 90,000 കുട്ടികൾ കുറവ് ജനിക്കുന്നത്. അതായത് നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് വരുന്നില്ല. പെട്ടെന്ന് ഈ കേൾക്കുന്ന യങ്സ്റ്റേഴ്സിന് കൂടെ മനസ്സിലാവാനുള്ള ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. മോഹൻലാലും മമ്മൂട്ടിയും. നമ്മുടെ രണ്ട് തൂണുകളാണ്, നമ്മുടെ 2 താര രാജാക്കന്മാരാണ്. മമ്മൂട്ടിയുടെ മോനും മോഹൻലാലിന്റെ മോനും, മമ്മൂട്ടിയുടെ മോളും മോഹൻലാലിന്റെ മോളും. മമ്മൂട്ടിയുടെ മോൻ നമ്മുടെ ദുൽഖർ, കൃത്യമായി രണ്ടുപേരും നല്ല പ്രഗത്ഭരാണ്. 4 മക്കളും ഗംഭീരരാണ്. പക്ഷേ ദുൽഖർ കല്യാണം കഴിച്ചു, കുട്ടിയായി, സെറ്റിലായതിൻ്റെ ഒരു പാതയിലാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് പ്രണവിനെ. ചെറിയ പ്രായം തൊട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു ആണ്. പ്രണവ് ഇപ്പോഴും ലോകം മുഴുവൻ കറക്കി നടക്കുകയും ആ ലോകത്തിന്റെ വൈൽഡർനെസ് എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയും കല്യാണത്തിലേക്കോ സെറ്റിലിങ്ങിലേക്കോ വന്നിട്ടില്ല. മമ്മൂട്ടിയുടെ സാറിന്റെ മകള് കല്യാണം കഴിച്ചു, കുട്ടിയായി. ലാലേട്ടന്റെ മകളും പ്രണവും രണ്ടുപേരും 30 വയസ്സ് കഴിഞ്ഞു. ഇതുവരെ കല്യാണം കഴിക്കുകയോ കുട്ടികളുണ്ടാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്താ പറ്റുക പറഞ്ഞാൽ ഈ ഹിന്ദു ജനസംഖ്യ കുറയും. അതിന്റെ മേലിലൂടെ മതേതരത്വത്തിന്റെ മുഖംമൂടി കൂടെ ഇട്ട്
അപ്പം ഹിന്ദുക്കളുടെ പ്രശ്നം അതാണ്. ഒന്ന്, ഹിന്ദുക്കളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. രണ്ട്, എന്തെങ്കിലും അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം വർഗീയവാദികളാണെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് എന്തെങ്കിലും പറയണമല്ലോ. അങ്ങനെയാണ് പറയുന്നത് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടാകുന്നു. മറ്റേ മറ്റേ പിതാവ് പറഞ്ഞതുപോലെ. പിതാവിനും അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒന്നിപ്പിക്കാൻ മറുഭാഗത്തൊരു ശത്രുവിനെ വേണം. അത്രേ ഉള്ളൂ. വലിയ അന്താരാഷ്ട്ര ഐഡിയോളജി ഒന്നുമില്ല. പെട്ടെന്ന് ഒന്നിപ്പിക്കാനായിട്ട് ഞാനപ്പം പല ക്രിസ്ത്യൻ സഹോദരങ്ങളോടും പറയും, നിങ്ങൾ അറിയേണ്ടത് തീവ്ര ഹിന്ദുത്വവാദികൾക്ക് മുസ്ലിങ്ങളെക്കാൾ ദേഷ്യം ക്രിസ്ത്യാനികളെയാണ്. അതായത് ഞാനൊക്കെ ആക്ടിവിസം തുടങ്ങുന്ന കാലത്ത് ഒരുപാട് തീവ്ര ഹിന്ദുത്വവാദികളും നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം സ്ഥിരം പറയുന്നത് തീവ്ര ക്രിസ്ത്യാനികളാണ് ഏറ്റവും വലിയ പ്രശ്നം. മുസ്ലിങ്ങൾ നേരിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യും, പക്ഷേ ക്രിസ്ത്യാനികൾ ഗ്രാമാന്തരങ്ങളെ എല്ലാം കൺവേർട്ട് ചെയ്തുകൊണ്ട് പോകാണെന്നൊക്കെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? കാര്യം ഇപ്പം ക്രിസ്ത്യൻ വോട്ടിന് വേണ്ടി നോക്കുന്നതുകൊണ്ടാണ് BJP-ക്കാരത് പറയുന്നത്. നേരെ തിരിച്ച് നോർത്ത് ഇന്ത്യയെ നോക്കിയാൽ ഇപ്പം പോലും, അതായത് നോർത്ത് ഇന്ത്യയെ നോക്കി എനിക്ക് ജബൽപൂരിലാണെന്ന് തോന്നുന്നു, കന്യാസ്ത്രീയെ തല്ലി, പള്ളിയിലച്ചനെ തല്ലി, അവിടുത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ തല്ലി. ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തല്ലുന്നത് 99% ഈ സവർണ സമുദായത്തിൽപ്പെട്ട, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളൊക്കെ ആയിരിക്കും. ഇവർക്ക് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഇടയിലുള്ള പാവപ്പെട്ടവരെയും പിന്നോക്കക്കാരെയും സഹായിക്കുന്നതിലല്ല, അവർക്ക് വേറെ ആരെങ്കിലും സഹായം കൊടുക്കുന്നതിലാണ് ദേഷ്യം. അത് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്ക്യൂഡ് ഇഷ്യൂ ആണ്. അത് ആഴമേറിയ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ ഇത് മൂത്ത് ഈ ഇസ്ലാമോഫോബിയയും അതർ ഫോബിയയും മൂത്താണ് ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലുന്നത്. ആലോചിച്ച് നോക്കുക, ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലുന്നതിന്റെ പിന്നിൽ ഗോഡ്സെയുടെ ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമോഫോബിയ മൂത്താണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നല്ല ഹിന്ദുവായ മഹാത്മാഗാന്ധിയെ ഗോഡ്സെ കൊല്ലുന്നത്. അപ്പൊ ആഴമേറിയ ഒരു പ്രശ്നമാണ്. ഗോഡ്സെ ഒരു ദിവസം പോലും ബ്രിട്ടീഷുകാരോട് ഫൈറ്റ് ചെയ്യുന്നില്ല. ഗോഡ്സെ ഒരു ദിവസം പോലും ഹിന്ദുക്കൾക്ക് ഗുണമുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല. പകരം മഹാത്മാഗാന്ധിയെ കൊല്ലുകയാണ്. അപ്പൊ ഇതൊരു ഫെനറ്റിസിസമാണ്. അപ്പൊ രണ്ട് രീതിയിൽ ഇതിനെ നമുക്ക് നേരിടാം. അതാണ് ഒന്ന്, രാഷ്ട്രീയപരമായി നേരിടാം. അതാണ് CPM ചെയ്യുന്നത്, മുസ്ലിം ലീഗ് ചെയ്യുന്നത്, കോൺഗ്രസ് ചെയ്യുന്നത്, ആപ്പ് ചെയ്യുന്നതൊക്കെ. രണ്ട്, ഇതിനെ ആത്മീയമായി ശരിയാക്കാൻ നോക്കാം. അതാണ് എന്നെ പോലെ ശ്രമിക്കുന്നത്. ഇതൊരു സ്പിരിച്വൽ ക്രൈസിസ് ആണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരോട് എൻഗേജ് ചെയ്ത് അവരുടെ ചീത്ത മുഴുവൻ കേട്ട് അവർ നിരന്തരമായി ചീത്ത വിളിക്കുകയും മറ്റും ചെയ്യുമ്പോഴും ചേട്ടാ അങ്ങനെയല്ല ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ച് ശരിയാക്കുക എന്നുള്ളത്. വേറെ വഴിയില്ല. അപ്പം രണ്ട് രീതിയിലും അത് ഡീൽ ചെയ്യാം. പക്ഷേ ഈ സാധനം അവരെ പറഞ്ഞ് മനസ്സിലാക്കാതെ മുമ്പോട്ട് പോകുക എന്നുള്ള ഇമ്പോസിബിൾ ആണ്. ഞാൻ പെട്ടെന്ന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് അത് ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങളിൽ പലരും കേട്ട് കാണും, നമ്മുടെ നാട്ടിലെ RSSകാർക്ക് ഏറ്റവും വിരോധമുള്ള ഒരാളാണ് ടിപ്പു സുൽത്താൻ. അതായത് ബേസിക്കലി ശരിക്കും ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഏറ്റവും നല്ല പഠനം, വിത്തൗട്ട് മിൻസിംഗ് ദ വേർഡ്സ്, ദ ബെസ്റ്റ് സ്റ്റഡി അബൌട്ട് ടിപ്പു സുൽത്താൻ ഈസ് ബൈ RSS ഗ്രേറ്റസ്റ്റ് ഇന്റലക്ച്വൽ KR മൽക്കാനി. KR മൽക്കാനി ഒരു പുസ്തകം എഴുതി. അതിലെ ഒരു പ്രധാന ചാപ്റ്റർ ആണ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ടിപ്പു സുൽത്താൻ. അത് ഫോർവേഡ് എഴുതിയിരിക്കുന്നത് സാക്ഷാൽ LK അദ്വാനിയാണ്. അതിൽ KR മൽക്കാനി എഴുതുന്നുണ്ട്. ഇപ്പോഴും വായിക്കുമ്പോൾ രോമാഞ്ചം വരുന്ന സാധനമാണ്. KR മൽക്കാനി എഴുതുന്നുണ്ട്, ടിപ്പു സുൽത്താൻ കേരളം അല്ലെങ്കിൽ നമ്മുടെ തിരുവിതാംകൂർ ആക്രമിച്ചപ്പോൾ ചില തെറ്റുകൾ ഉണ്ടായിട്ടെന്നുള്ള സത്യമാണ്. പക്ഷേ എല്ലാ രാജാക്കന്മാർക്കും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? രാജാക്കന്മാരല്ലേ, ബേസിക്കലി ഇവർ സന്യാസിമാരൊന്നും അല്ലല്ലോ. എന്നിട്ട് പുള്ളി ടിപ്പുവിന്റെ ഗുണഗണങ്ങൾ വിശദീകരിക്കുകയാണ്. പുള്ളി പറയുന്നുണ്ട്, എത്ര ടിപ്പു സുൽത്താനെ കുറിച്ച് വായിക്കുന്നു അത്രമാത്രം ആവേശം എനിക്കുണ്ടാകുന്നു. ഇന്ത്യയെ ഇന്ത്യയായി കണ്ട ആദ്യ രാജാവാണ് ടിപ്പു സുൽത്താൻ. പടക്കളത്തിൽ ബ്രിട്ടീഷുകാരോട് പോരാടി മരിച്ച ഒരു ആൾക്കാരിൽ ഏറ്റവും പ്രമുഖനാണ് ടിപ്പു സുൽത്താൻ. എന്നിട്ട് പുള്ളി പറയാണ്, ടിപ്പു സുൽത്താൻ മരിച്ചത് കാരണമാണ് 150 വർഷത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പിന്നോട്ട് പോയത്. വിദേശിക്ക് മുമ്പിൽ, ബ്രിട്ടീഷുകാരന് മുമ്പിൽ അടിയറവ് പറഞ്ഞിരുന്നെങ്കിൽ ടിപ്പു സുൽത്താനും ഒരുപാട് രാജാപട്ടങ്ങൾ കിട്ടുമായിരുന്നു. പക്ഷേ ആത്മാഭിമാനവും രാജ്യസ്നേഹവും ഉള്ളതുകൊണ്ടാണ് ടിപ്പു സുൽത്താന്റെ കൊച്ചുമക്കളുടെ കൊച്ചുമക്കൾ ഇന്ന് ബംഗാളിൽ റിക്ഷ വലിച്ച് ജീവിക്കുന്നത്. ഇത് എഴുതുന്നത് മുസ്ലിം അല്ല, കമ്മ്യൂണിസ്റ്റുകാരനല്ല, കോൺഗ്രസ്സുകാരനല്ല. ഇത് എഴുതിയത് RSSന്റെ ഏറ്റവും വലിയ ഇന്റലക്ച്വലായ KR മൽക്കാനിയാണ്. RSSന് കുറച്ച് പ്രസിദ്ധീകരണങ്ങളുണ്ട്, ഓർഗനൈസർ എന്നൊക്കെ പറയുന്ന പോലത്തെ പ്രസിദ്ധീകരണങ്ങൾ. ഈ ഓർഗനൈസറിന്റെ ഏറ്റവും കൂടുതൽ കാലത്തെ ചീഫ് എഡിറ്റർ ആയിരുന്ന വ്യക്തിയാണ് KR മൽക്കാനി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? RSSലെ BJPയിലെ സഹോദരങ്ങളോട്, സംഘ സഹോദരങ്ങളോട് നിങ്ങൾ പറയുന്നതല്ല ശരി, മറ്റൊരു രീതിയുണ്ട്, ഇതല്ലേ സത്യം എന്ന് സമ്മതിച്ചവരെ ശരിയാക്കുക എന്നുള്ള. ഇനി എൻ്റെ അമ്മ RSSO ഏതെങ്കിലും പാർട്ടിയല്ല. എൻ്റെ അമ്മ എന്നോട് ഇടയ്ക്കിടയ്ക്ക്, ഇപ്പോൾ അല്ല 5-6 വർഷം മുമ്പ് പറയായിരുന്നു, മോനെ യൂണിഫോം സിവിൽ കോഡ് വളരെ നല്ലതാണ്, പക്ഷേ നമുക്കങ്ങനെ നല്ലത് എല്ലാവർക്കും ഒരുപോലെ നല്ലത് വരുന്നതിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ് ഇരുന്ന് തിരുത്തി, അമ്മേ അങ്ങനെയല്ല. കാര്യം അമ്മ എന്ന സാധാരണ സ്ത്രീ വിചാരിക്കുന്നത് എന്താണ്?
സാധാരണ ഒരു ബ്രാഹ്മണ അന്തർജന സ്ത്രീയാണ്, ഒരുപാട് എക്സ്പോഷർ ഒക്കെ ഉണ്ടെങ്കിലും അമ്മ വിചാരിക്കുന്നത് ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, മതേതരത്വമല്ലേ, നമ്മളെല്ലാം ഒന്നല്ലേ, എന്നാൽ നമുക്ക് ഒരു യൂണിഫോം സിവിൽ കോഡ് പോരെ എന്നാണ്. ഞാൻ പറഞ്ഞു, അമ്മേ യൂണിഫോം സിവിൽ കോഡ് ഒരു കള്ളത്തരമാണ്, ഒരു മുഖം മൂടിയാണ്, ഒരു പറ്റിപ്പ് പരിപാടിയാണ്, ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇടത്തേക്ക് കൂടെ അമ്മയ്ക്ക് പറഞ്ഞിരുന്നു, ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്ത്യയിലെ കല്യാണപ്രായം നമ്മുടെ പെൺകുട്ടികളുടെ 18-21 അതെ അതെ ഭയങ്കര ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു. പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ പ്രഗ്നന്റ് ആയി മരിക്കുകയാണ്, അവരെ രക്ഷിക്കാനാണ് കൊണ്ടുവന്നതാണ്. ആ ലോകസഭ കഴിഞ്ഞപ്പം BJP-ക്കാർ ആ ബില്ല് ഫോളോ പോലും ചെയ്തില്ല, അത് ലാപ്സായി. അതായത് ഇതിനെ ആരും എതിർത്തില്ല, ആരും വേണ്ടാന്ന് പറഞ്ഞില്ല, ആരും ചോദ്യം ചെയ്തില്ല. ആ ബില്ല് വെറുതെ ഫോളോ അപ്പ് ചെയ്ത നിയമമായിരുന്നു. ഇപ്പൊ ഇന്ത്യയിൽ 18 വയസ്സാണെങ്കിലും കല്യാണം കഴിക്കാം, പക്ഷേ ഒരു ഗുമ്മിന് വേണ്ടി ചെയ്യുന്നതാണ്. അതായത് ഗുമ്മിനെന്ന് പറഞ്ഞാല് ആരെങ്കിലും അപ്പുറത്ത് വേണം, ആരെങ്കിലും അപ്പുറത്തുണ്ട്, അവർ നമ്മളെ ആക്രമിക്കുന്നു. ഈ ഊർജവൽക്കരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. അപ്പൊ ഇതൊരു സ്പിരിച്വൽ വാക്യൂം എന്നോ സൈക്കോളജിക്കൽ വാക്യൂം എന്നോ, കുറച്ചുകൂടെ നിങ്ങളൊക്കെ എന്ത് പഠിക്കുന്ന, എന്ത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാ? ഞങ്ങളൊക്കെ മാസ്റ്റേഴ്സ് ചെയ്താണ് മാനേജ്മെന്റിലും പിന്നെ ഇതിലൊക്കെ. മാനേജ്മെന്റ് ആണെങ്കിൽ പെട്ടെന്ന് പറയാം. എബ്രഹാം മാസ്ലോ എന്നൊരാളെ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഹൈറാർക്കി ഓഫ് നീഡ്സ്. എബ്രഹാം മാസ്ലോ എന്ന് പറഞ്ഞാൽ വലിയൊരു മാനേജ്മെന്റ് തിങ്കറാണ്. എബ്രഹാം മാസ്ലോ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ വേണം. അടിസ്ഥാന തലത്തിൽ ഫുഡ് വേണം, സെക്സ് വേണം, ഷെൽട്ടർ വേണം. കുറച്ചുകൂടെ ഏറ്റവും ടോപ്പിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ് പറയുന്നത്, അതായത് സ്വയം തിരിച്ചറിയുക. അതിൻ്റെ നടുക്കൊരു കാര്യമുണ്ട്. ഈ ഫുഡും ബാക്കി കാര്യങ്ങളും സമൂഹത്തിലെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓർമ്മ കാണും സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. ഞാൻ MBA ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനോടെങ്കിലും ചേർന്ന് നിൽക്കണം, നമ്മൾ എന്തിൻ്റെയെങ്കിലും ഭാഗമാകണം, നമ്മൾ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നൊക്കെ തോന്നുന്നത്. ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അതില്ല. ഈ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഇല്ലാത്തത് കാരണം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു സെൻസ് ഓഫ് അതർനെസ് ഉണ്ടാക്കും. ഞാൻ ഇതിന്റെ ഭാഗം അല്ല, പക്ഷേ ഞാൻ അതിനെതിരാണ്. ഞാൻ ഇതല്ല, പക്ഷേ മറ്റവന്റെ ശത്രുവാണ്. ഈ സെൻസ് ഓഫ് അതർനെസ് ആണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ട് ഒരു കോംപ്ലക്സ് വിഷയമാണ്. ആ കോംപ്ലക്സ് വിഷയത്തെ ആഴമേറിയ അതിന് ഞാൻ ഇനിയും RSSനെ ന്യായീകരിക്കുകയല്ല, പക്ഷേ RSSോ BJPയോ അല്ല, അവരാ പ്രശ്നത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട മുസ്ലിം വിരോധം പറയുന്നത് ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന ആസാമിന്റെ മുഖ്യമന്ത്രിയാണ്. പുള്ളി കടുത്ത കോൺഗ്രസ്സുകാരനായിരുന്നു, രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളായിരുന്നു, രാഹുൽ ഗാന്ധിയുടെ സന്തത സഹചാരിയായിരുന്നു. ഏറ്റവും വൃത്തികേട് പറയുന്നത് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഇത് മോശമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. പകരം അത് ചെയ്യുന്നതിന്റെ റീസൺ, എന്നാലേ നമ്മൾ ഹീറോ ആവും, എന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഇപ്പൊ എന്നെയൊക്കെ നിങ്ങൾ അറിയാവുന്നറിയില്ല, നിങ്ങളൊക്കെ കുറച്ചുകൂടെ എങ്ങാണ്ട് അഖില ഹാദിയ എന്നൊരു വിഷയം ഉണ്ടായിരുന്നു കേരളത്തില്. ചേട്ടൻ അവരെ വീട്ടിലൊക്കെ പോയ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ വീട്ടിൽ പോയി അവരുടെ വീഡിയോ എടുത്തു. ഈ അഖില ഹാദിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് ഭാഗത്തു നിന്നും അതിശക്തമായ ചീത്തയും മറ്റും കേട്ടു. സീരിയസ് ആയിട്ടുള്ള ഡെത്ത് ത്രെറ്റ് കിട്ടി. പോലീസുകാർ കുറച്ചു കാലം എനിക്ക് കാവൽ തന്നൊരു വിഷയമാണ്. ഈ അഖില ഹാദിയ എന്ന വിഷയത്തിൽ ഇന്നും മുസ്ലിങ്ങളും അഖില ഹാദിയ വിഷയത്തെ എന്നെ വിമർശിക്കും, ഈ തീവ്ര ഹിന്ദുത്വവാദികളും എന്നെ വിമർശിക്കും, ഇസ്ലാമിസ്റ്റുകളും വിമർശിക്കും. പോപ്പുലർ ഫ്രണ്ട് അഖില ഹാദിയയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയിൽ പോയി 77 ലക്ഷം രൂപയാണ് കപിൽ സിബലിന് കൊടുത്തത്. ഞാനപ്പം നമ്മുടെ മുസ്ലിംകാരോട് പറഞ്ഞു, കപിൽ സിബൽ 77 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് അഖില ഹാദിയയ്ക്ക് വേണ്ടി വാദിച്ചത്. ഞാൻ എൻ്റെ ഇന്ന് കാശ് അങ്ങോട്ടിട്ട് പോയിട്ടാണ് അഖില ഹാദിയെ ഹെൽപ്പ് ചെയ്തത്. അഖില ഹാദിയ ഈഴവ സമൂഹത്തിൽ ജനിച്ചൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ചെറിയ പ്രായത്തിൽ ആ കുട്ടിക്ക് ഒരു സ്പിരിച്വൽ വാക്യൂം തോന്നി, ഒരു ആത്മീയ ശൂന്യത തോന്നി, ഒരു അർത്ഥശൂന്യത തോന്നി. ആ കുട്ടി ഇസ്ലാമിൽ താല്പര്യപ്പെട്ട് ഇസ്ലാമിലേക്ക് വിശ്വാസത്തിലേക്ക് ഭാഗമായി. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, പഴയ CPI-കാരനാണ്. ഭയങ്കര പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാക്കി അതിവിദഗ്ധമായ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ 2-3 പ്രാവശ്യം ഈ കുട്ടിയോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, മോളെ, മുസ്ലിം ഹിന്ദു ഒന്നും ആവണ്ട, ഇനി ഇതിൻ്റെ പേര് അടുത്ത ആൾക്കാർ അടി ഉണ്ടാക്കും, ഏതെങ്കിലും രീതിയിൽ നമുക്കിത് നോർമലി കൊണ്ടുപോകാൻ കഴിയുമോ, നീ എന്ത് വേണമെങ്കിലും ആയിക്കോ, ഇനി ഒരു ഒഫീഷ്യൽ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ അഖില ഹാദിയ പറഞ്ഞു, പറ്റില്ല, എനിക്ക് ആ വിശ്വാസം എൻ്റെ ഉറച്ചതാണ്, എനിക്ക് പോകണം. ഞാൻ പറഞ്ഞു, പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ അഖില ഹാദിയയുടെ വിഷയം പരമാവധി ദുരുപയോഗം ചെയ്ത് ഒരു വശത്ത് തീവ്ര ഹിന്ദുത്വവാദികളും മറുവശത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകളും കൂടി വടം വലിക്കുകയാണ്. അതാണ് ഈ ടഗ് ഓഫ് വാർ. നമ്മൾ ഇംഗ്ലീഷിൽ ടഗ് ഓഫ് വാർ എന്ന് പറയുമല്ലോ. ഇവര് രണ്ടിന്റെയും പുറകിൽ നിന്ന് വടം വലിച്ചുകൊണ്ടിരിക്കും. കാര്യം ഓരോ വിഷയങ്ങളിലും അവർക്കൊരു ടഗ് ഓഫ് വാർ ആണ് വേണ്ടത്. ആ ടഗ് ഓഫ് വാർ ഇന്ന ആൾക്കാർ ജയിക്കുന്നു അല്ലെങ്കിൽ തോക്കും, ഇതാണ് ബേസിക്കലി വേണ്ടത്. സിദ്ദിഖാപ്പന്റെ വിഷയം അറിയാമെന്നറിയില്ല. സിദ്ദിഖാപ്പനെ ഇന്നലെ രാത്രി സിദ്ദിഖാപ്പന്റെ വീട്ടിൽ 1:30-ക്കൊക്കെ പോലീസുകാർ ചെല്ലാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായി. സിദ്ദിഖാപ്പനെ ഒരു കാര്യമില്ലാതെയാണ് ജയിലിലിട്ടിരിക്കുന്നത്, ഒരു കാര്യമില്ല. മുമ്പ് ഹത്രാസിൽ പോയപ്പോൾ ഒരു കാര്യമില്ലാതെയാണ്. ഞാൻ എന്നിട്ട് സിദ്ദിഖാപ്പന്റെ വൈഫ് രഹാന ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നോർത്ത് ഇന്ത്യയിലുള്ള അവിടുത്തെ പോലീസുകാരും ചില ആൾക്കാരും മുസ്ലിമായ സിദ്ദിഖാപ്പൻ
ഹിന്ദുക്കളെ, സവർണരെയും ദളിതരെയും കൂടെ അടികൂടിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞാണ് പുള്ളിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നത്. ഈ ശത്രു ഉണ്ടെന്ന് കാണിക്കുകയാണ്. ഈ ശത്രു ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളും പൊറാട്ട് നാടകങ്ങളുമാണ്. അപ്പോൾ അത് ഞങ്ങൾ ഹിന്ദുക്കളുടേതുള്ള ഒരു ക്രൈസിസ് ആണ്. അപ്പോൾ ഒരു കാര്യം കൂടെ, പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന മുസ്ലിം സമൂഹം ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ദേഷ്യം ഉണ്ടായിരുന്നു. ദേഷ്യം ഉണ്ടായിരുന്നു പറയാൻ കാരണം, മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴ്, ഇന്ത്യയിലെ ഇസ്ലാമോഫോബിയ നമ്മൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും കാണേണ്ട ഒരു സിനിമ മണിച്ചിത്രത്താഴാണ്. മണിച്ചിത്രത്താഴിന്റെ തീം അതായിട്ടല്ല, യഥാർത്ഥത്തിൽ ഈ ഗോഡ്സെയുടെ മനസ്സ് നാഗവല്ലിയുടെ മനസ്സ് പോലെയാണ്. ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ ആവേശം കൊള്ളുകയാണ്, ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ പോരാടുകയാണ്. അതൊരു തരം ബാധ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പൊസഷൻ. അത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്നൊക്കെ ആലങ്കാരികമായിട്ട് നമ്മൾ പറയുന്നത് പോലെ ഒരു ഐഡന്റിറ്റി ഡിസോർഡർ ആണ്. അപ്പൊ എന്റെ തന്നെ പല ഈ ഫോണിൽ വന്ന് ചീത്ത വിളിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ പറയും 1921 എവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 1000-2000 വർഷം നമ്മൾ നമ്മുടെ പിന്നോക്ക സമുദായങ്ങളെ മൃഗങ്ങളെക്കാൾ മോശമായി ചെയ്തതിന് അവർ നമ്മളോട് പ്രതികാരം ചെയ്യിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുമില്ല, ഇങ്ങനെ 1921 കുറിച്ച് ഒരു ഐഡിയയും കാണൂല. പക്ഷേ എന്തിന്റെയെങ്കിലും പേരിൽ ചൂടാകണം, എന്തിന്റെയെങ്കിലും പേരിൽ ആരുടെയെങ്കിലും പുറത്ത് ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറണം, അത്രേ ഉള്ളൂ. അതിന് മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മുസ്ലിങ്ങളുടെ പുറത്ത് വേണമെന്നൊന്നുമില്ല, ആരെങ്കിലും മതി. ചൈനയാകാം, മാവോയിസ്റ്റുകളാകാം, ക്രിസ്ത്യാനികളാകാം, ബേസിക്കലി ആരുടെയെങ്കിലും നെഞ്ചത്തോട്ട് കയറുക എന്നുള്ളതാണ് ഇവരുടെ കലാപരിപാടി. അതിന്റെ പ്രശ്നം ഇവരുടെ സ്വന്തം നെഞ്ചിലൊന്നും ഇല്ല എന്നുള്ളതാണ്, സ്വന്തമായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ ശിവസേനയുടെ പരിപാടിക്ക് വേണ്ടി, അന്ന് ശിവസേനകൾ ഒരുമിച്ച ഞാൻ നമ്മുടെ പേര് പറഞ്ഞത് ബോംബെ ഇപ്പുറത്ത്, അതായത് നമ്മുടെ മഹാരാഷ്ട്ര കർണാടക സൈഡിലുള്ള ഒരു ബോർഡറിൽ പോയപ്പോൾ ഒരുത്തൻ എന്നോടെന്ന് പറഞ്ഞു, ഞങ്ങൾ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി വലിയ രീതിയിൽ DJ മ്യൂസിക്കും വെച്ച് ജയ് ശ്രീരാം വിളിച്ചു. ഞാൻ പറഞ്ഞു, ബൈ എത്ര സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്, എത്ര അമ്പലങ്ങളുണ്ട്, നിങ്ങൾ എന്തിനാണ് അതിന്റെ ഫ്രണ്ടിൽ? പുള്ളി അങ്ങനെ ഒരു റിയാക്ഷൻ നീ പ്രതീക്ഷിച്ചില്ല, നാഷണൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇത്രയും സ്ഥലം ഇപ്പുറത്തിരിക്കുകയല്ലേ. അപ്പം അവർക്ക് പാട്ടും ഡാൻസ് കളിക്കുകയല്ല പ്രധാനം. നമ്മുടെ ഈ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം, നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആരെങ്കിലും ഇരട്ടപ്പേര് വിളിച്ച് പ്രകോപിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അതായത് ഏതെങ്കിലും ഒരുത്തൻ ഇരട്ടപ്പേര് വിളിച്ചാൽ അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പുറകെ നടന്ന് വിളിക്കും, അവൻ മൈൻഡ് ചെയ്യില്ലെങ്കിൽ നമ്മൾ കളഞ്ഞിട്ട് പോകും. പ്രശ്നമെന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തു നിന്നൊരു റിയാക്ഷൻ ഉണ്ടാക്കണം. ആ റിയാക്ഷന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാൻ ഇതൊരു അസുഖമാണ്. ഈ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിലൊക്കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ മുസ്ലിംസിനോടുള്ള ഏറ്റവും കൊണ്ടാണോ? ഇസ്രായേൽ എവിടെയാണെന്ന് പോലും അറിയില്ല. ഞാൻ തമാശക്ക് പറയല്ലോ കേട്ടോ, ഇസ്രായേൽ എവിടെയാണെന്ന് പോലും അവർക്ക് അറിയില്ല. എന്താണ് ഞാനിത് ആധികാരികമായി എനിക്ക് പറയാൻ കഴിയുന്നത്, ഇസ്രായേൽ ഗവൺമെന്റ് യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് 9 അംഗ ഡെലിഗേഷനെ കൊണ്ടുപോയി. ഞാൻ ഒരാളായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു, ഹിന്ദിലെ ഡോക്ടർ സ്റ്റാൻലി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നെസറ്റ് അവരുടെ പാർലമെന്റിൽ ചെന്ന് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് അബൌട്ട് ഗസയായിരുന്നു. ഞങ്ങൾ അവിടെ സ്ട്രോങ് ആയി പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യക്കാർക്ക് മഹാത്മാഗാന്ധിയുടെ കാലം മുതലേ പാലസ്തീനോടുള്ള ഐക്യദാർഢ്യമുണ്ട്, പക്ഷേ ഇസ്രായേൽ പല യുദ്ധങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്, മാറിയ കാലത്ത് നമുക്ക് ബാലൻസ് ചെയ്യണം, അതുകൊണ്ട് 2 പേരും നമ്മുടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ കേൾക്കുന്നത് 1200 പേര് നിങ്ങളുടെ മരിച്ചു, അതായത് ഇസ്രായേലിന്റെ മരിച്ചു, ഭയങ്കര വേദനയുണ്ട്. പക്ഷേ മറുഭാഗത്ത് അന്ന് 30,000 ആയിരുന്നു, ഇന്ന് 60,000 എന്നാണ് കണക്ക് പറയുന്നത്. അന്ന് 30,000 ആൾക്കാർ മരിച്ചു എന്നാണ് കണക്ക്. ഇതിന് എന്തെങ്കിലും ന്യായമുണ്ടോ? ഇതിന് ഒരു പ്രപ്പോർഷൻ വേണ്ടേ? ഒരു വാറിനാകുമ്പോൾ ഒരു പ്രപ്പോർഷൻ വേണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കണക്കില്ല, അത് ഹമാസിന്റെ കണക്കാണ്. അവർ അണ്ടർസ്റ്റാൻഡ് ഈസ് 10,000 പീപ്പിൾ ഡൈഡ്. അന്നത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. ഞാൻ നെസറ്റിൽ പോയി അവരുടെ മന്ത്രിയോടാണ് ചോദിച്ചത്. ഒരു സെൻസ് ഓഫ് പ്രപ്പോർഷൻ വേണം. ഞാൻ എന്നിട്ട് അത് രസകരമായി കേട്ടിരിക്കുന്നതാണ്. ഞാൻ ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ പരിപാടിക്ക് മുമ്പ് പറയും, അവിടുത്തെ പേര് ആലോചിച്ചുള്ളൂ, ഒരു പ്രത്യേക ജൂത പേരാണ്. ഞാൻ അവർക്കൊരു പ്രസന്റേഷൻ നടത്തി, ഇസ്രായേലിന് വേണ്ടിയിട്ട് ഒരു പ്രസന്റേഷൻ നടത്തി. ഞാൻ എന്നിട്ട് നമ്മുടെ ഭാഗത്തുള്ള സൊല്യൂഷൻ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വേണം, പാലസ്തീനും ഇസ്രായേലും വേണം എന്നൊക്കെ പറഞ്ഞ് സാധനം നടത്തി. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വവാദികൾ നിങ്ങൾക്ക് കൈയടിക്കുന്നത് കണ്ട് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കരുതരുത്. അവർ മുമ്പെന്ന് പറഞ്ഞാൽ നാസികൾ ജൂതന്മാരെ കൊന്നിരുന്നപ്പോൾ നാസികൾക്ക് കൈയടിച്ചിരുന്നവരാണ്. അതായത് പണ്ട് ഹിറ്റ്ലർ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത് 60 ലക്ഷം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ നാസികൾക്ക് കൈയടിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നെക്സസ് ഉണ്ടാവാൻ നിങ്ങൾക്ക് കൈയടിക്കുന്നു. ബേസിക്കലി ആരോടെങ്കിലും അതിക്രമം ചെയ്താൽ അതിന് കൈയടിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അതിക്രമത്തിലാണ് അവരുടെ ഒരു ആനന്ദം, അല്ലാതെ ജൂതന്മാരോട് ഒരു സ്നേഹവും ഇല്ല. ഞാൻ എന്നിട്ട് ഈ വാക്ക് തന്നെ അവരോട് പറഞ്ഞു. എന്നിട്ട് രസകരം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ആ സ്ഥാനപതി, പുള്ളിയുടെ പൊസിഷൻ ഞാൻ വിട്ടുപോയി, പുള്ളി എന്നോട് പറഞ്ഞു, വി നോ ദാറ്റ്, ഞങ്ങൾക്കറിയാം. ഞാൻ എന്നിട്ട് ഈ വാക്ക് തന്നെ, the extreme Hindutvawadis are nothing but collaborators. Israel needs friends, not collaborators. നമ്മുടെ പിച്ച് ഇതായിരുന്നു. അത് നല്ല പിച്ചുമാണ്. എബ്രഹാമിന്റെ സന്തതികളാണ് നമ്മുടെ അല്ലെങ്കിൽ ലോക വിശ്വാസ പ്രകാരം എബ്രഹാം അല്ലെങ്കിൽ ഇബ്രാഹിം പ്രവാചകന്റെ സന്തതികളാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും.
ഏതെങ്കിലും രീതിയിൽ ഒരു സമന്വയവും സമവായവും നിങ്ങൾ ഉണ്ടാക്കണം. ഇപ്പൊ ഇസ്രായേലിന്റെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനൊക്കെ ഈ വാർ കഴിഞ്ഞാൽ പുള്ളിക്ക് ജയിലിൽ പോകേണ്ടി വരും. പുള്ളിക്കെതിരെയുള്ള കേസ് നിൽക്കുകയാണ്. അതുകൊണ്ട് പരമാവധി ഈ വാർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ. ഇസ്രായേലിലെ എല്ലാവരും ട്രിഗർ ഹാപ്പി ഒന്നുമല്ല. ഞങ്ങളെ കൊണ്ടുപോയ ഗവൺമെന്റിന്റെ ആൾക്കാർ തന്നെയാണ്, പക്ഷേ അവർ ആന്റി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സമാധാനവും മധ്യപാതയും വേണം. ഇസ്രായേൽ ആരാന്ന് പോലും അവർക്കറിയില്ല. പക്ഷേ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ കൈയടിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് മുട്ടനാടുകൾ തമ്മിലടിക്കുമ്പോൾ സൈഡിൽ മാറി നിന്ന് ചോര കുടിക്കാൻ നിൽക്കുന്ന ചെന്നായെ പോലും ഇവർ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് വരുന്നത് ഒരു വാക്യൂമിൽ നിന്നാണ്. അതിന് പ്രത്യേകിച്ച് ഇസ്രായേൽ കൂടെ പറഞ്ഞുകൊണ്ടാണ് എന്താണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് കൂടെ പെട്ടെന്ന്, സൊല്യൂഷൻ അല്ല പോസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പോവാം. ഇസ്രായേലിന്റെ സ്ഥാപക നേതാവ് ആരാന്നറിയാമോ? ആരാണ് ഇസ്രായേലിന്റെ ഫാദർ ഓഫ് ദി നേഷൻ? അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ്. ഇസ്രായേലിന്റെ ഫാദർ ഓഫ് ദി നേഷൻ ബെൻ ഗൂറിയോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ബെൻ ഗൂറിയോന്റെ പേരിലാണ് എയർപോർട്ടൊക്കെ നോക്കിയിരുന്നാൽ മതി. ബെൻ ഗൂറിയോന്റെ ബെഡ്റൂമിൽ ഒരൊറ്റ ആളുടെ ചിത്രമേ ഉള്ളായിരുന്നു. നമ്മളെല്ലാം വീട്ടിൽ വിശ്വാസികൾ, നമ്മുടെ വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഹിന്ദു ദൈവങ്ങളുടെ വെക്കും. നിങ്ങൾ മറ്റേ ചില ആൾക്കാർ മറ്റേ ഖുറാന്റെ വചനങ്ങൾ എഴുതി വെക്കും, ഡിവൈൻ സിംബൽസ് വെക്കും, ക്രിസ്ത്യാനികളുടെ വീട്ടിൽ വെക്കില്ലേ? ഇസ്രായേലിന്റെ സ്ഥാപകനായ, ആധുനിക ഇസ്രായേലിന്റെ സ്ഥാപകനായ ബെൻ ഗൂറിയോന്റെ ബെഡ്റൂമിൽ ഒരൊറ്റ ചിത്രമേ ഉള്ളായിരുന്നു. വെറുതെ ഗൂഗിളിൽ പോയി നോക്കിയാൽ മതി. അത് മഹാത്മാഗാന്ധിയുടെ ചിത്രമായിരുന്നു. അതിൽ അദ്ദേഹം ചിരുന്നത് പൗരസ്ത്യ ദേശങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങളെല്ലാം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അത് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ നേതാവായ മഹാത്മാഗാന്ധിയിലാണെന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സൊല്യൂഷൻ ഇസ്രായേലിലെ മിതവാദികളോട്, പാലസ്തീനിലെ മിതവാദികളും ഇസ്രായേലിലെ മിതവാദികളും ലോകരാഷ്ട്രങ്ങളുടെ സപ്പോർട്ടോടുകൂടി, ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് റഷ്യ, ചൈന അടക്കമുള്ളവരുടെയും സപ്പോർട്ടോടുകൂടി ആക്റ്റീവായിട്ടൊരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യുക. ഇതിൽ ഇസ്രായേലിലെ ട്രിഗർ ഹാപ്പി ആയ വ്യക്തികൾക്ക് ഒരു സമാധാനം ഒരിക്കലും ആകുന്നില്ല. അവർക്ക് പെർപ്പച്വൽ വാറാണ് ഇഷ്ടം. നേരെ തിരിച്ച് മറുഭാഗത്ത് നിൽക്കുന്ന ഹാർട്ട് ലൈനേഴ്സായ ആൾക്കാർക്ക്, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒക്ടോബർ 7 അറ്റാക്ക് ഈ എബ്രഹാം അക്കോർഡ്സിനെ അട്ടിമറിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതായത് ഹമാസ് യഥാർത്ഥത്തിൽ UAE, സൗദി അറേബ്യ അടക്കം ഇസ്രായേലിനോട് കൂടുതൽ അടുക്കുന്നത് തടയാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ അവരും ഇത്രയും മോശം ഒരു റെസ്പോൺസ് പ്രതീക്ഷിച്ചില്ല, ഇത്രയും സിവിയർ ആയൊരു റെസ്പോൺസ് പ്രതീക്ഷിച്ചില്ല എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും സർവേലിയൻസ് ഒക്കെ ഉള്ള ക്യാമറയും ഡ്രോൺസ് ഒക്കെ ഉള്ള ഒരു പിന്നെ സെക്യൂരിറ്റി ബോർഡറൊക്കെ കടന്ന് ഹമാസിന് അറ്റാക്ക് ചെയ്യാൻ പറ്റും? 2 കാര്യങ്ങളാണ്. ഞങ്ങൾ ആ 2-3 സ്ഥലങ്ങളിൽ പോയതിന്റെ പശ്ചാത്തലത്തിൽ പറയാം. എനിക്കറിയില്ല, ഇതിന്റെ കോൺസ്പിറസി തിയറീസ് എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഇതിന്റെ ആംഗിളുകൾ പലതും ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വിഷയമെന്ന് പറഞ്ഞാൽ സം കൈൻഡ് ഓഫ് എ പീസ് ഷുഡ് ബി ദെയർ. ആ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ മധ്യപൂർവേഷ്യ, പേരെന്ത് വിളിച്ചാലും, യേശുക്രിസ്തു ജനിച്ച 3 മതങ്ങളുടെയും ഏറ്റവും കൂടുതൽ പരിശുദ്ധമായി കരുതുന്ന ഈ ജെറുസലേമും അല്ലെങ്കിൽ വിശാലർത്ഥത്തിൽ ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് എന്തെങ്കിലും രീതിയിൽ സമാധാനം വേണം. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. ഞാൻ അവിടെ നമ്മുടെ ഇവിടെ പോയി, മോസ്കിലൊക്കെ പോയി, മറ്റേ വെയിലിംഗ് മസ്ജിദ് അൽ അക്സ അടക്കമുള്ള സ്ഥലങ്ങളിൽ അവിടെ പോയി. ഞാൻ അറിയാതെ, ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശമല്ല, എൻ്റെ വാട്സപ്പിൽ ഹാപ്പി ടു ബി ഇൻ ഈ മോസ്ക് ഇസ്രായേൽ എന്നിട്ടു. നമ്മുടെ കേരളത്തിൽ ഒരു പ്രമുഖ മുസ്ലിം പണ്ഡിതൻ എന്നെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഇടരുത്, കാര്യം അത് ഇസ്രായേൽ അല്ല, അത് യഥാർത്ഥത്തിൽ തർക്കം നിൽക്കുന്ന സ്ഥലമാണ്. ഞാൻ അപ്പം തന്നെ മാറ്റിയിട്ട് ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും മാറ്റിയിട്ട് ജെറുസലേം എന്ന് മാത്രമാക്കി. ഇപ്പം ജെറുസലേമിൽ ഇന്റർനാഷണൽ ഇത് ഞാൻ ആഴത്തിൽ ആലോചിച്ചെടുത്തൊന്നുമല്ല. അദ്ദേഹത്തെ ഇനി ആളെ കൂടെ വേണമെങ്കിൽ പറയാം. ശ്രീ ഹുസൈൻ മടവൂരാണ് എന്നെ അപ്പം തന്നെ കോൺടാക്ട് ചെയ്തത്. ശ്രീ ഹുസൈൻ മടവൂർജിക്ക് എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പുള്ളി അത് ചെയ്തത്. ഇപ്പം എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ അദ്ദേഹം തെറ്റിദ്ധരിച്ച് എന്നെ അറിയാത്തൊരു തെറ്റിദ്ധരിച്ച് കണ്ടോ, ഇവൻ ഇസ്രായേലിന്റെ നെറേറ്റീവ് വ്യാപിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും ഇസ്രായേൽ നിട്ടാണ്. ഞാൻ അവിടെ പോയപ്പോൾ സ്വാഭാവികമായി മറ്റേ ടാക്കിന്റെ ഭാഗമായി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ പിന്നിൽ അതിഭീകര ഗൂഢാലോചനയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഉടനെ മാറ്റി, അദ്ദേഹം വിളിച്ചു, ഞാൻ സ്പോട്ടിൽ തന്നെ മാറ്റി. ഞാൻ പറഞ്ഞു, മനസ്സിലായി, ഞാൻ അത്രയൊന്നും ചിന്തിച്ചില്ല, നമ്മൾ അവിടെ പോപ്പോ ഇസ്രായേൽ എന്ന് പറഞ്ഞ് ഇട്ടുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് അവിടെ ഒരു സമാധാനം വേണം, അവിടുത്തെ കുട്ടികൾ മരിക്കരുത്. ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ മാത്രമേ കാണുന്നുള്ളൂ. ഇസ്രായേലിലെ ഹാർഡ് ലൈനേഴ്സിനോട് ഞങ്ങൾ സംസാരിച്ചു. അവരതിനെ കളിയാക്കി വിളിക്കുന്നത് 2 സ്റ്റേറ്റ് ഇല്യൂഷൻ എന്നാണ്. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അല്ല, 2 സ്റ്റേറ്റ് ഇല്യൂഷൻ എന്നാണ്. ഞാൻ അടക്കമുള്ളവരോട് പറഞ്ഞു, പ്ലീസ് ഡോണ്ട് യൂസ് ദാറ്റ്. കാര്യം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി കഴിഞ്ഞ 10-20 വർഷമായിട്ട് പണിപ്പെട്ടുണ്ടാക്കിയ ഒരു ടെംപ്ലേറ്റ് ആണ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമാധാനത്തിന് വേണ്ടി. പ്ലീസ് ഡോണ്ട് യൂസ് സച്ച് കൈൻഡ് ഓഫ് വേർഡ്സ്. ഇസ്രായേലിലും ഹാർഡ് ലൈനേഴ്സ് ഉണ്ട്, പാലസ്തീനെ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പാലസ്തീൻ ഒരു കാര്യമേ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ. അപ്പം അതൊക്കെ എക്സ്ട്രീമാണ്. നമ്മുടെ നാട്ടിലെ ഈ തീവ്ര ഹിന്ദു രാഷ്ട്രവാദികളെ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രവാദികളെ പോലെയാണ്. അപ്പം ഈ മിതവാദികൾ ഒരുമിച്ചിരുന്ന് ഇപ്പം ഇസ്രായേലും ഈ തമ്മി തല്ലിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഈ വെപ്പൺ ലോബി അടക്കമുള്ള ഒരുപാട് പേരുണ്ട്. യുദ്ധങ്ങളില്ലെങ്കിൽ അവർക്കെന്താ പ്രസക്തി?
അതെ. See, ഈ നമ്മളൊരു കാര്യം ആലോചിച്ചാൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ. നമ്മുടെ ഏതാ പ്രൊഡക്റ്റ്? ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എനിക്കുണ്ടെങ്കിൽ ഈ നമ്മുടെ ശരീരത്തിന് ഒരു മുറിവ് വരുന്നു. ആ മുറിവ് വരുന്നതിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റാബീസ് വാക്സിന്റെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പേപ്പട്ടികൾ കടിച്ചാലേ വാക്സിന് പ്രാധാന്യമുള്ളൂ. പേപ്പട്ടികളെ പ്രൊമോട്ട് ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്വമായി മാറും. ഇതേപോലെ യുദ്ധങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ വെപ്പൺസ് ലോബിയുടെ കുറച്ചുകൂടെ കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ അമേരിക്കയിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയും. ഇവർക്ക് ഇതാണ് ജോലി. ഇത് കേൾക്കുന്നവരും ആലോചിക്കണം. ഇത് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കോൺസ്പിറസി തിയറി ഒന്നുമല്ല. ഇത് പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഐസനോവർ ആണ്. ഐസനോവർ ഒരു മഹാത്മാഗാന്ധിയനൊന്നുമല്ല. ഐസനോവർ പട്ടാള മേധാവിയാണ്. 5 സ്റ്റാർ ജനറലാണ്. യൂറോപ്പിന്റെ അലീറ്റ് ഫോഴ്സസിന്റെ ഹെഡും അമേരിക്കൻ പ്രസിഡന്റുമായിരുന്ന ഐസനോവർ അദ്ദേഹത്തിന്റെ അവസാന പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ലോകത്ത് അമേരിക്ക സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഇടയിൽ ഒരു മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഉണ്ട്. ആ കോംപ്ലക്സ് എപ്പോഴും യുദ്ധങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ എല്ലാ രാജ്യത്തെയും മിതവാദികളെ ഒരുമിപ്പിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ദർ ഈസ് നോ അതർ വേ ഹെഡ്. ഇസ്രായേൽ ഇപ്പം ഫ്രം റിവർ ടു സീ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രകോപനപരമാണ്. ഇസ്രായേലിലെ ഹാർട്ട് ലൈനേഴ്സിന് ഇത് വളരെ സന്തോഷമാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ഏറ്റവും ഇഷ്ടം തീവ്ര ഇസ്ലാമിസ്റ്റുകളെയാണ്. കാര്യം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് തീവ്ര ഹിന്ദുത്വവാദികൾ അവരുടെ ജീവിതം ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഇതേപോലെ തീവ്ര ഹിന്ദുത്വവാദികൾ ഉണ്ടെന്ന് പറഞ്ഞാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവരുടെ ആംഗിളുകൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഇവർ പരസ്പരം ഫീഡ് ചെയ്യുന്നവരാണ്. പരസ്പരം, അതായത് അപ്പുറത്തൊരു മഹാത്മാഗാന്ധി ആണെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കോ ഇപ്പുറത്തൊരു മൗലാന അബുൽ കലാം ആസാദ് ആണെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികൾക്കോ സ്ഥാനമില്ല. കാര്യം ഈ ഹിന്ദുക്കളടക്കം അതുകൊണ്ടാണ് ഈ ഞങ്ങളുടെ ഇടയിലുള്ള ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് പാണക്കാട് തങ്ങൾ കുടുംബത്തെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യമാണ്, വെളിയിൽ പറയില്ലെങ്കിലും. കാര്യം പാണക്കാട് തങ്ങൾ കുടുംബം സൗമ്യമായിട്ട് നിൽക്കും, എല്ലാവരുടെ കൂടെയും ചേരും, എല്ലാവരുടെയും ഉത്സവങ്ങൾക്ക് പങ്കെടുക്കും, അവരോടൊപ്പം പോവും, വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് ചേർന്ന് നിൽക്കും. അപ്പം പിന്നെ ഈ തീവ്ര ഹിന്ദുത്വവാദിക്ക് സ്ഥാനമില്ല. പാണക്കാട് തങ്ങൾ തരുന്ന പരിപാടിക്ക് ഇൻവിറ്റേഷൻ വരാത്ത ഏക വ്യക്തി ഗോഡ്സേവാദിയായിരിക്കും. കാര്യം അവിടുത്തെ നല്ല ഹിന്ദുവിനും വിശ്വാസിയായ ഹിന്ദുവിനും അയ്യോ തങ്ങൾ വരുന്നു, അദ്ദേഹത്തെ നമ്മളെല്ലാം കൂടി ഒരുമിച്ചിരിക്കണം. അപ്പം ഔട്ടാകുന്ന ഏക വ്യക്തി ആരാണ്? ഈ തീവ്ര ഹിന്ദുത്വവാദിയാണ്. അപ്പോൾ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് പാണക്കാട് തങ്ങന്മാരെയാണ് ഏറ്റവും ദേഷ്യം. വെളിയിൽ പറയൂല. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പം എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയാം. നമ്മുടെ ലാലേട്ടൻ മോഹൻലാൽ ശബരിമലയിൽ പോയി മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതിൽ ഏറ്റവും ഇറിറ്റേഷൻ, ചില സോഷ്യൽ മീഡിയ പേജ് നമുക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം, അവർക്ക് ഭയങ്കര ചൊറിയായിരുന്നു ഇതിൽ. അതായത് അങ്ങനെ ആവുമ്പം അവർക്ക് പിന്നെ എന്താ സ്ഥാനം? അതായത് അവിടെ ഹിന്ദു മുഖ്യം വരുന്നു, ഇവിടെ പോയി പ്രാർത്ഥിക്കുന്നു. അപ്പാണ് അബ്ദുള്ളാജിയുടെ ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് വന്നത്. അപ്പോൾ ഇവർക്കെല്ലാം സന്തോഷമായി. നാഷണൽ മീഡിയ അറിയുമ്പോൾ അത്ഭുതപ്പെടും. നാഷണൽ മീഡിയയിൽ ഈ ചർച്ചയൊക്കെ എടുത്തപ്പം 2 തീവ്ര ഹിന്ദുത്വവാദികൾ അബ്ദുള്ളയാണ് ശരിയെന്ന് വരെ പറഞ്ഞു. കാര്യം അബ്ദുള്ള ശരിയെന്ന് പറഞ്ഞാലല്ലേ ഇവർക്ക് സ്ഥാനമുള്ളൂ. അബ്ദുള്ള ശരിയാണ് എന്ന് പറഞ്ഞാലേ ഇത് ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരു മീറ്റിംഗ് ഗ്രൗണ്ട് ഇല്ല എന്നുള്ള ചിന്ത വരും. അപ്പൊ ഇത് വളരെ കോംപ്ലക്സ് ആയ ഇഷ്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഒരു വരി പറഞ്ഞു നിർത്തിയാൽ 1-2 ചോദ്യത്തിനും കൂടെ നമുക്ക് നിർത്തിയാൽ മോഡറേഷൻ, മിതവാദം തുടങ്ങിയ ലൈനുകൾ വളരെ പ്രധാനമാണ്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഇന്ന് രാവിലെ എന്നെ വിളിച്ചൊരു ഖുറാൻ പണ്ഡിതൻ പറയുകയുണ്ടായി, അദ്ദേഹം ഒരു ലൈൻ എനിക്ക് അയച്ചു തരാം. അതായത് പരിശുദ്ധ ഖുറാനിൽ ഖുറാനെ കോട്ട് ചെയ്ത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ലൈൻ ഉണ്ട്, വേർ ഇറ്റ് സെയ്സ് നമ്മൾ മിതവാദികളാണ് എന്ന്, നമ്മൾ മധ്യമാർഗം സ്വീകരിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുറാനിൽ ഒരു കോട്ടുണ്ടെന്ന് എന്നെ ഒരാൾ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് അയക്കുകയാണെങ്കിൽ ഞാനത് പഠിക്കാം, അടുത്ത പരിപാടികൾക്കടക്കം പറയാം. അപ്പം ഈ എക്സ്ട്രീംസിനെ ജനിപ്പിക്കും. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസങ്ങളെ ഡൈല്യൂട്ട് ചെയ്യണമെന്നോ നമ്മുടെ വിശ്വാസത്തിന് ഏതെങ്കിലും ഭാഗങ്ങളിൽ മോശമാക്കണമെന്നോ അല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഞാൻ പറയാറുള്ളത്, ശബരിമല പോകുമ്പോൾ ഞങ്ങൾക്കൊരു വാവര് പള്ളിയുണ്ട്, ഒരു ശബരിമല എരുമേലിയിലെ സ്ഥലമുണ്ട്. അതിലൊരു പ്രത്യേകതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്പലത്തിനുള്ളിലാണ്, പള്ളിയുടെ കാര്യം പോലും അല്ല, പള്ളിയിലും അമ്പലത്തിലും ഒരുമിച്ച് പോകുന്നുണ്ട്. പക്ഷേ അമ്പലത്തിനുള്ളിൽ അയ്യപ്പൻ്റെ സുഹൃത്തായ വാവർക്ക് വേണ്ടി ഒരു നട വെച്ചു കൊടുത്തിട്ടുണ്ട്. നട എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് എന്ന് മാത്രം എടുത്താൽ ആ സ്പേസിൽ ഒരു വിഗ്രഹം വെച്ചിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ മുത്തശ്ശനോടൊപ്പം, ശബരിമല ഏറ്റവും കൂടുതൽ കാലം തന്ത്രിയായിരുന്ന ആളാണ് മുത്തശ്ശനോടൊപ്പം പോയി 6 വയസ്സിലോ 7 വയസ്സിലോടെ പോയത്. മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ ഇവിടെ ഒന്നും ഇല്ലല്ലോ, വെറുതെ ഒരു സ്പേസ് വെച്ചിരിക്കുന്നു, എന്താ ഇതിൻ്റെ കാരണം? മുത്തശ്ശൻ പറഞ്ഞു തന്നു, അത് ഇസ്ലാമിൻ്റെ പാതയാണ്, അവിടെ സഗുണാരാധനയില്ല, വിഗ്രഹാരാധനയില്ല, ബിംബാരാധനയില്ല, അവർക്കിതൊന്നും പാടില്ല. അതുകൊണ്ട് നമ്മൾ വാവരെ ബഹുമാനിക്കാൻ തീരുമാനിച്ചപ്പോൾ വാവരാഗ്രഹിക്കുന്ന രീതിയിൽ ബഹുമാനിക്കണം എന്ന് നമ്മുടെ പൂർവികർ ചിന്തിച്ചു. അതായത് അമ്പലത്തിനുള്ളിൽ വാവർക്കൊരു നട വെച്ച് ഒരു മെമ്മറിക്ക് വേണ്ടി സ്പേസ് വെച്ചപ്പോൾ വാവർക്ക് ഹലാൽ അല്ലാത്തത് എൻ്റെ അമ്പലത്തിൽ പോലും വേണ്ട,
എന്നാണ് നമ്മുടെ സ്വാമി അയ്യപ്പൻ പറഞ്ഞത്. അതായത് വാവർക്ക് ആ ബിംബാരാധന ഹറാമാണ്, വാവർക്ക് ഇത് ഹലാലല്ല. അതുകൊണ്ട് വാവരെ നമ്മുടെ അമ്പലത്തിൽ സ്മരിക്കുമ്പം പോലും ആ റെസ്പെക്ട് നമ്മൾ കൊടുത്തു വേണം ചെയ്യാൻ. ഇന്നും, അതായത് ഇതൊരു കഥ നറേറ്റീവ് ഉണ്ടാക്കുന്നതല്ല, ഇന്നും പോയാൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാം. എരുമേലി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വാവർക്കൊരു നട വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ നടയിൽ വെറുതെ ഒരു ആർച്ച് മാത്രമാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പൂർവികരും നമ്മുടെ പാരമ്പര്യവും. പരസ്പര ബഹുമാനം, ഇഷ്ടം, ഇത്തരം കാര്യങ്ങൾ. ഈ ബാലൻസിലാണ് ഇന്ത്യ പോകുന്നത്. ആ ബാലൻസ് ആണ് അതിന്റെ ആത്മാവ്. ഈ ബാലൻസ് തെറ്റിക്കാനാണ് ബജറംഗിയുടെ മനസ്സുള്ളവർ വരുന്നത്. ഈ ബാലൻസ് തെറ്റിക്കാനാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നത്. ഇവരുടെ ബേസിക് ഉദ്ദേശം ഒരു കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ കലാപം നിങ്ങളത് മനസ്സിലാക്കേണ്ടത് അത് ഫിസിക്കൽ കലാപം തന്നെ ആവണമെന്നില്ല. സോഷ്യൽ മീഡിയയിലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും. അപ്പം എഗ്രി ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ പേരിൽ ഒരു പ്രകോപനം ഉണ്ടാക്കുക, അത് വരുന്നത് അസുഖമാണ്. ആ അസുഖത്തെ ട്രീറ്റ് ചെയ്യാൻ സമയമെടുക്കും. ആ അസുഖത്തെ ട്രീറ്റ് ചെയ്യാനാണ് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ട്. ഇപ്പൊ അഖിലാദിയുടെ വിഷയം കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ അഖിലാദിയുടെ വിഷയം പറഞ്ഞപ്പോൾ 1-2 വളരെ സീനിയറായ ഈ തീവ്ര ഹിന്ദുത്വ പക്ഷത്തിന്റെ നേതാക്കളോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ, നിങ്ങൾക്കൊരു നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമമാണ് വേണ്ടതെങ്കിൽ സുപ്രീം കോടതിയിൽ നമ്മുടെ നിമിഷ ഫാത്തിമയുടെ കേസ് റേസ് ചെയ്യാം. നമ്മുടെ കേരള സ്റ്റോറി നിമിഷ ഫാത്തിമയുടെ ലൈഫ് വെച്ചാൽ. അപ്പൊ ഇവരെന്നോട് പറയുകയാണ്, രാഹുലേ, അത് നിമിഷ ഫാത്തിമ നായരാണ്. ഓൾറെഡി നായന്മാർക്ക് മുസ്ലിങ്ങളുടെ ഇടയിൽ നമുക്കൊരു വെഡ്ജ് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈഴവരും മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു വെഡ്ജാണ് നമ്മൾ അഖിലാദിയിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്ത് തരം മനസ്സാണ് ഭായി നിങ്ങൾക്ക്? എന്തൊരു ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാ. ഇത് പറയുന്നത് ഇവർ വളരെ കൺവിക്ഷനോടെയാണ് പറയുന്നത്. ഇതൊരു ചെസ് കളി പോലെയാണ് അവർ വിചാരിക്കുന്നത്. അതായത് ഇതൊരു വളരെ അതിവിദഗ്ധമായ ചെസ്സ് നമ്മൾ കളിക്കുകയാണ്. അങ്ങനെ ഒരു ചെസ്സും കളിക്കാനില്ലെന്നും നമ്മളെല്ലാം ഒരു വിശാല വീട്ടിലെ ആൾക്കാരാണെന്നും യഥാർത്ഥത്തിൽ ഈ ചെസ്സ് കളിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും ഇവരെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മാറും. അങ്ങനെ ഒരുപാട് പേരെ മാറ്റാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നില്ല. അങ്ങനെ ഒരുപാട് പേരെ ഇങ്ങനെയല്ല, മറ്റൊരു രീതിയുണ്ട് എന്ന് പറഞ്ഞ് മാറ്റാൻ നമുക്ക് പറ്റുകയും. ഇന്ത്യൻ കൊടിയുടെ എക്സാമ്പിൾ നല്ലതാണ്, മഹാത്മാഗാന്ധിയുടെ എക്സാമ്പിൾ നല്ലതാണ്, അയ്യപ്പൻ്റെ ഇപ്പം വാവരുടെ എക്സാമ്പിൾ നല്ലതാണ്. ഇപ്പം തന്നെ കുറേ ആൾക്കാർ ഇത് വാവരല്ല വാപുരനാണ് എന്ന് പറഞ്ഞ് കള്ളമൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും അങ്ങനെ 2-3 പേരെ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഭായി, അങ്ങനെയല്ല. കോടതി രേഖകളുണ്ട്, 17-ാം നൂറ്റാണ്ടിലെ ചെമ്പ് പട്ടയമുണ്ട്, ചരിത്രത്തിലുണ്ട്. അയ്യപ്പന് വേണ്ടി നമ്മളോടൊപ്പം നിന്ന് പോരാടിയ ഒരാളാണ്. ഇപ്പം വാവരല്ല വാപുരനാണെന്ന് കള്ളം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം അവൻ ആദ്യം കുറച്ച് ചീത്ത വിളിക്കും, ആദ്യം കുറച്ച് മോശമൊക്കെ പറയും. പക്ഷേ നീ മുസ്ലിങ്ങളുടെ നിന്ന് കാശ് മേടിച്ചിട്ടാണ് വാപുരൻ എന്ന് പറയുന്നതൊക്കെ പറയും. അല്ല, വാവരെന്ന് പറയുന്നതൊക്കെ പറയും. മുമ്പ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അന്ന് ക്രിസ്ത്യാനികളോട് ദേഷ്യം കൂടുതലുള്ളപ്പോഴാണ്. അന്ന് അവരെന്നോട് പറഞ്ഞത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നിന്ന് കാശ് മേടിച്ചിട്ടും ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയുമാണ് രാഹുൽ വെളുത്ത എന്ന ക്രിസ്ത്യാനിയെ ശബരിമലയെ ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതായത് വെളുത്ത ഒരാളും കൂടെയുണ്ട്, അയ്യപ്പനും വാവർക്കും മറ്റൊരു സുഹൃത്തും കൂടെ ഉണ്ട്, ക്രിസ്ത്യാനിയായ വെളുത്ത. എത്ര ഭക്തർ നോക്കൂ. ആധുനിക കാലത്ത് അമർ അക്ബർ ആന്റണി എന്ന് നമ്മൾ പറയുന്നത് പോലെ 1000 വർഷം മുമ്പ് അയ്യപ്പൻ വാവർ വെളുത്തയാണുള്ളത്. അപ്പം അന്ന് ക്രിസ്ത്യാനികളോടാണ് ദേഷ്യം. അപ്പം വെളുത്ത എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. രാഹുൽ ഈശ്വർ അന്താരാഷ്ട്ര ക്രിസ്ത്യൻ മതപരിവർത്തന ലോബികളുടെ നിന്ന് കാശി വെച്ചിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് ഇതൊരു അസുഖമാണ്. ആ അസുഖത്തെ സംസാരിച്ച് മാറ്റണമെന്നുള്ള സമയം എന്തായാലും തീരാറായോണ്ട് ഞാൻ ഒരു സമീപനം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഇതിന്റെ റിലേറ്റഡ് ചേട്ടൻ കണ്ടിന്യൂ ചെയ്തോ, എന്നിട്ട് ഞങ്ങൾ ചോദിക്കാം. അല്ല, ഒരു ചോദ്യം കൂടെ ചോദിച്ചോ, ഞാൻ എന്നിട്ട് കൺക്ലൂഷൻ പറഞ്ഞു. ചേട്ടൻ ചോദിക്കാനുള്ള ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള, ചേട്ടൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണോ പഠിച്ചത്? ഒരു എക്കണോമിക് ഗ്രാജുവേറ്റ് സമ്മർ സ്കൂൾ ചെയ്ത് എക്കണോമിക് ഗ്രാജുവേറ്റ് ആണ്. പക്ഷേ എക്കണോമിക്സിന് ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമാണ്. അതിനുശേഷം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിനും കൂടെ പോയി. അതിനുശേഷം ഞങ്ങളുടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ഗ്ലോബൽ ലീഡർഷിപ്പ് ആണ് പഠിച്ചത്. ഒരു ഇൻ്റഗ്രേറ്റഡ് ഡിസിപ്ലിൻ ആണ്. അപ്പൊ അവിടെ പോലും എനിക്ക് പക്ഷേ കൂടുതൽ എൻ്റെ താല്പര്യം കൂടുതൽ എനിക്ക് ഹിസ്റ്ററി, കൾച്ചർ, പൊളിറ്റിക്സ്, പബ്ലിക് പോളിസി തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അതിലാണ് എനിക്ക് എൻ്റെ ഒരു പാഷൻ ഉള്ളത്. ജിയോ പൊളിറ്റിക്സിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ താരിഫ് വാർസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ചേട്ടൻ്റെ? അത് നമ്മൾ സാധാരണക്കാർ എത്ര ട്രംപിന്റെ പ്രശ്നം, ട്രംപ് വളരെ ഇറാറ്റിക് ആണ്. ട്രംപിനെ പോലെ ഒരു ഫിനോമിനൻ ലോക ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല, ഒരുപക്ഷെ ഇനിയും ഉണ്ടാകില്ല. അതിനർത്ഥം പുള്ളി പോസിറ്റീവ് ആണെന്നല്ല, പുള്ളി നെഗറ്റീവ് ആണെന്നാണ് ട്രംപ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രശ്നം താരിഫാസ് മിക്കവാറും ലെവറേജ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അടിസ്ഥാനപരമായി ട്രംപ് രാഷ്ട്രീയക്കാരനല്ല, ബിസിനസ്സുകാരനാണ്. ബേസിക്കലി ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. അപ്പം പുള്ളിയുടെ എല്ലാ ആംഗിളും ബിസിനസ്, റിസോഴ്സ്, കാശ്, ഈ കാര്യങ്ങളിൽ അടുത്തതുമായിരിക്കും. അത് ബിസിനസ്സുകാരുടെ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡാണ്. അമേരിക്കയുടെ നേച്ചർ, ലീഡർഷിപ്പ് സ്ഥാനം, പൊളിറ്റിക്സ്, ഇതൊക്കെ പുള്ളിക്ക് സെക്കൻഡറിയാണ്. അപ്പോൾ അമേരിക്കയുടെ ലീഡർഷിപ്പ് സ്ഥാനം ട്രംപ് കളയാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ എങ്ങനെ വരുന്നു എന്നറിയില്ല. ഇപ്പം 90 ഡേയ്സിലേക്ക് ആ താരിഫ് സ്റ്റേപ്പ് ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ പ്രശ്നമേ ഈ പോളിസി എന്നൊക്കെ പറയുന്നത്, പോളിസി എന്ന വാക്കൊക്കെ സേക്രഡ് ആണ്. സേക്രഡ് എന്ന് പറയുന്നത് ദൈവികം എന്ന അർത്ഥത്തിലല്ല. എത്രയോ കാലം മെനക്കെട്ടാണ് നമ്മളൊരു പോളിസിയും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. അതിന്റെ കുത്തും കോമയും മിണ്ടും മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ അർത്ഥതലങ്ങളുള്ളതാണ്. അപ്പം ട്രംപ് എല്ലാം വന്ന് തകിടം മറിക്കും. ഈ ട്രംപ് അവിടുത്തെ റൈറ്റ് വിംഗറാണ്. അതാണ് രസം. അതെ, അതെ. ട്രംപിന്റെ ബേസിൽ ഇതൊക്കെ സന്തോഷമാണ്. അവർക്ക് എന്തെങ്കിലും എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. അതാണ് അതിന്റെ പോയിന്റ്. എന്തെങ്കിലും അതെ. എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. നടക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. എപ്പോഴും എന്തെങ്കിലും അതൊരു സൈക്കോമെട്രിക് ടെൻഡൻസിയാണ്. നമ്മൾ മറ്റൊരു ചർച്ചയിൽ അത് പറയാം. അപ്പോൾ അറിയില്ല ഇനി എന്താ അമേരിക്കയുടെ ലീഡർഷിപ്പ് പൊസിഷൻ എന്താവും, അമേരിക്ക ലെഡ് വേൾഡ് ഓർഡർ എന്താവും. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇന്ത്യ എന്നുള്ള രീതിയിൽ നമുക്കത് ബെനിഫിറ്റ് അല്ലേ ഉള്ളൂ. കാരണം ബാക്കിയുള്ള ഇപ്പോൾ ചൈനയുടെയും ഈ പറഞ്ഞ പോലെ തന്നെ വിയറ്റ്നാം, അതുപോലെ ബംഗ്ലാദേശ്, ഇവരുടെയൊക്കെ ടെക്സ്റ്റൈലും മറ്റ് സെമി കണ്ടക്ടേഴ്സ്, EV ഇതിലൊക്കെ അതെ താരിഫ് കൂടുമ്പോൾ നമ്മുടെ എക്സ്പോർട്ട് കൂടും, അല്ല ഇമ്പോർട്ട് അല്ല സോറി കൂടും എന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, നമ്മളത് സങ്കുചിതമായൊരു ബെനിഫിറ്റ് ആംഗിളിൽ മാത്രം കാണരുതെന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, നാളെ നമുക്ക് അനുകൂലമില്ലാതെ വേറെ എന്തെങ്കിലും വേറെ രാജ്യത്തിനും വരും. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിപ്പോണം. ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ വേണം. അതാണ് അതിന്റെ സത്യം. നമ്മൾ രാജ്യത്തെ നയിക്കുമ്പോൾ നമ്മൾ സ്വന്തം ബിസിനസ് നടത്തുമ്പോൾ കാശിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും നോക്കണം. പക്ഷേ ബിസിനസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പോലും അറിയാം അതിനും ഒരു എത്തിക്സ് ഉണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനല്ലേ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവനെ തകർത്തോണ്ടല്ല നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. ഒറ്റ വരിയേ ഉള്ളൂ, ഒരു വിൻ വിന്നിൽ നമ്മൾ പിടിക്കണം. നമ്മൾ പറയുമല്ലോ, ഒരു വിൻ വിന്നിൽ പിടിക്കണം. അത് ഞാൻ വിൻ ദേ ലൂസ് എന്ന് പറയുന്ന കാര്യത്തിൽ പിടിക്കരുത്. ഒരു വിൻ വിന്നിൽ പിടിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. എന്നാലും ഒരു വരി കൂടെ പറഞ്ഞ് ഈ തീവ്ര വലതിനെ എങ്ങനെയാണ് നമുക്ക് സമീപിക്കാമെന്നൊരു വഴി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1944 ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ വരുന്നുണ്ട്. ഗോഡ്സെ 4 പ്രാവശ്യത്തോളം ഗാന്ധിജിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യ അറ്റംപ്റ്റിൽ ഗോഡ്സെ ഒരു കത്തി വെച്ച് ഗാന്ധിജിയെ കുത്താനാണ് വരുന്നത്. 1944 സേവാഗ്രാം ആശ്രമത്തിനടുത്താണ് സംഭവിക്കുന്നത്. നെറ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പം എല്ലാവരും ഗോഡ്സെയെ പിടിച്ചു മാറ്റി പോലീസിനെയൊക്കെ വിളിക്കാൻ തുടങ്ങും. അപ്പം ഗാന്ധിജി പറയും അങ്ങനെ ഗോഡ്സെ ഒന്നും ചെയ്യണ്ട, വെറുതെ വിട്ടാൽ മതി. എന്നിട്ട് ഗാന്ധിജി ഗോഡ്സെയോട് പറയുന്നൊരു കാര്യമുണ്ട്. ഗാന്ധിജി ഗോഡ്സെയോട് അഭ്യർത്ഥിക്കും, നിനക്ക് എന്നോട് എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണല്ലോ നീ എന്നെ കൊല്ലാൻ വന്നത്. നമുക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ലല്ലോ, നമുക്ക് വ്യക്തിപരമായ പേഴ്സണലി അറിയുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. നിനക്ക് എന്നോട് എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതിൻ്റെ ദേഷ്യത്തിലാണ് നീ എന്നെ കൊല്ലാൻ വന്നത്. നീ എൻ്റെ കൂടെ വന്ന് ഒരു 8 ദിവസം താമസിക്ക്, സേവാഗ്രാമ താമസിക്ക്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് പരിഹരിക്കാം. തന്നെ കൊല്ലാൻ വന്നവനോട് അങ്ങോട്ട് അഭ്യർത്ഥിച്ച് നീ എൻ്റെ കൂടെ വന്ന് താമസിക്ക്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം എന്ന് പറയുന്ന ആ മഹാത്മാഗാന്ധിയുടെ ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും നമുക്ക് ആധുനിക ലോകത്തെ ഡീൽ ചെയ്യാൻ വേണ്ടത്. ഞാൻ പലപ്പോഴും കോട്ടിയാറുണ്ട് പരിശുദ്ധ ഖുറാൻ 41:34 അല്ലെങ്കിൽ റോമൻസ് 12:21 ആണെന്നാണ് എൻ്റെ ഓർമ്മ. നെഗറ്റിവിറ്റി എപ്പോഴും ഉണ്ടാകും. ആ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി കൊണ്ട് നേരിടണം. നമുക്ക് ആ ദേഷ്യവും പ്രതികാരവും സ്വാഭാവികമായിട്ട് വരും, നമ്മൾ മനുഷ്യന്മാരാണ്. പക്ഷേ ആ നെഗറ്റിവിറ്റിയെ, മറുഭാഗത്തെ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി കൊണ്ട് അതിജീവിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഈ ലോകത്തെ നന്മയുടെ പാതയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. കേട്ടാൽ ഉട്ടോപ്പിയനാന്ന് തോന്നും, പക്ഷേ ഇതാണ് മോസ്റ്റ് പ്രാക്ടിക്കൽ. ഇത് ഐഡിയലിസ്റ്റിക് അല്ല, ഇതാണ് വെരി പ്രാക്ടിക്കൽ. അപ്പുറത്തെ തീയെ ഇപ്പുറത്തെ വെള്ളം കൊണ്ടേ അണയ്ക്കാൻ പറ്റൂ. തീയെ തീ കൊണ്ട് അണയ്ക്കാൻ പറ്റില്ല. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് ജയിക്കാൻ പറ്റില്ല, വെളിച്ചം കൊണ്ടേ ജയിക്കാൻ പറ്റൂ. വിരോധത്തെ ബഹുമാനം കൊണ്ടേ ജയിക്കാൻ പറ്റൂ. സ്നേഹമെന്ന് ഞാൻ പറയുന്നില്ല, അത് കുറച്ചുകൂടെ ഫ്ലവറി വേർഡാണ്. മറുഭാഗത്തെ വിരോധത്തെ, വിദ്വേഷത്തെ പരസ്പര ബഹുമാനം കൊണ്ടും സംയമനം കൊണ്ടും സമവായം കൊണ്ടും ജയിക്കണം. അങ്ങനെ ജയിക്കാൻ കഴിയട്ടെ. നമ്മുടെ എല്ലാ സംഭാഷണങ്ങളും അതിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. രാഹുൽജി, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ രാഹുൽജി ഒന്നുകൂടി ട്രഡീഷണൽ വാല്യൂസൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്, മതപഠനം അനിവാര്യമാണെന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ആധുനിക കാലത്ത് അത് എത്രത്തോളം പ്രസക്തമാണ്? കാരണം ഇപ്പോൾ ഈ സോ കോൾഡ് സ്വതന്ത്ര ചിന്തകരും നിരീശ്വരാദികളൊക്കെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ യുക്തിസഹമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവർ ഉന്നയിക്കാറുണ്ട്. പെട്ടെന്ന് പറയാം. ഈ ഇറങ്ങുകൂടുള്ള അവരുടെ എത്തീസത്തിന് ഒരു മുഖംമൂടി ഇടുന്നതാണ് സ്വതന്ത്ര ചിന്ത. എത്തീസ്റ്റിന് മുഖംമൂടി ഇടുന്നതാണ് ഫ്രീ തിങ്കിങ്. എത്തീസ്റ്റ് എന്ന് സ്വയം പറയാൻ മടിയാണുള്ളതുകൊണ്ടാണ് ശാസ്ത്ര പ്രചാരകർ എന്നൊക്കെ പറയുന്നത്. അതിപ്പം നമ്മുടെ മുഹമ്മദ് ഗാന്ധിയോടോ ആരിഫ് ഹുസൈനോടോ നിങ്ങൾ എന്തിനാണ് ഇത്രയും ഡെക്കറേഷൻ വെച്ച് ശാസ്ത്ര പ്രചാരം എന്നൊക്കെ പറയുന്നത്? അല്ല, അവർ പറയുന്നത് മതം പഠിക്കുന്നവർക്ക് സയന്റിഫിക് ടെമ്പർ ഇല്ല, മതം ഉപേക്ഷിക്കൂ, സയന്റിഫിക് ടെമ്പർ വളർത്തൂ എന്നുള്ള അതിനോട് എങ്ങനെ കൗണ്ടർ ചെയ്യുന്നു? അവരുടെ ഒരു പ്രശ്നമാണ്. അതിന് കൃത്യം മറുപടി എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഇന്റലിജൻസ് എല്ലാവർക്കും വേണം. ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഫ്രെയിംവർക്കാണ്. ഇനിയും സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും നിരീശ്വരവാദി ആയിരുന്നില്ല. അതുകൊണ്ട് ശാസ്ത്രബോധം വേണമെങ്കിൽ നിരീശ്വരവാദം വേണമെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അപ്പം അത് ഡീറ്റെയിൽ ആയ ഒരു ടോപ്പിക്കാണ്, നമുക്ക് തീർച്ചയായിട്ടും എടുക്കാം.
അപ്പം താങ്ക് യു ഫോർ യുവർ ടൈം. ഒറ്റ ചോദ്യം പാടി, ഞങ്ങളെ ഓഡിയൻസ് എല്ലാവരും 18-നും 25-നൊക്കെ ഇടയിലുള്ളതുകൊണ്ട് ഫുട്ബോൾ ഫാൻസ് ആണ്. ഇത് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഇതുവരെ സംസാരിച്ച ടോപ്പിക്കായിട്ടുള്ള റിലേറ്റഡ് ആണ്. റാലീഷറിന് മെസ്സി ഓർ റൊണാൾഡോ ആരെ ചൂസ് ചെയ്യും? വെരി ടഫ് ചോയ്സ്. ഞാൻ ഫുട്ബോൾ കാണുന്ന ഒരാളാണ്, പക്ഷേ പയ്യെ ലൈറ്റ് മാർജിൻ എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. എൻ്റെ മോൻ ഭയങ്കരമായി പാച്ചു ആരെയാ ഇഷ്ടം ഫുട്ബോളിൽ? പാച്ചു റൊണാൾഡോയുടെ ആളാണ്. സ്ലൈറ്റ്ലി വിത്ത് ഡ്യൂ റെസ്പെക്ട് എനിക്ക് സ്ലൈറ്റ്ലി മെസ്സിയാണ് ഇഷ്ടം. ഓക്കെ, രാജി, അപ്പോൾ ഞങ്ങൾക്ക് ടൈം തന്നതിന് ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് പോളണ്ടിലായതുകൊണ്ടാണ് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനത്തെ ഒരു ഓൺലൈൻ എപ്പിസോഡ് ചെയ്യേണ്ടി വന്നു. നാട്ടിൽ വന്നിട്ട് തീർച്ചയായിട്ടും ഒന്നും കൂടി ഇരിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ട്. അതെ. പക്ഷേ ടൈമിൻ്റെ ലിമിറ്റേഷൻസ് കാരണം നമുക്ക് പറ്റിയില്ല. രാജി, എൻ്റെ മുന്നേ ഹിന്ദു ഫിലോസഫിയിൽ എല്ലാവർക്കും വേൾഡിന് ഉപകാരപ്പെടുന്ന ഒരു ഹിന്ദു ഫിലോസഫി എന്ന് പറയാൻ പറ്റുമോ? സംതിങ് ദാറ്റ് റിയലി ഇൻസ്പയർഡ് യു? നമ്മൾ യൂഷ്വലി പറയാറുള്ള പോലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു പറയാം, സർവേ സന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്യപ് ദുഃഖ ഭാഗ്വേ. വ്യത്യസ്ത സാധനങ്ങളുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ അടിസ്ഥാനപരമായി ശാന്തി, സമാധാനവും സത്യവും നിൽക്കണം. അതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മുണ്ടകോപനിഷത്ത് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ വളരെ ഫേമസ് ആയ ഗാന്ധിജിയൊക്കെ പ്രാവർത്തികമാക്കിയ സത്യമേവ ജയതേ എന്നുള്ളതാണ്. നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതായത് സത്യത്തെ അപ്രിയമായി പറയണ്ട, വേറൊരാളെ വേദനിപ്പിക്കുന്ന രീതി സത്യം പറയണ്ട, പക്ഷേ നിരന്തരം സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദൈവീക പ്രവർത്തനം, ഏറ്റവും വലിയ ആത്മീയ പ്രവർത്തനം, ഏറ്റവും വലിയ വിപ്ലവ പ്രവർത്തനം. ഇത് സത്യമായിട്ട് ഭംഗിയായിട്ട് വേദനിപ്പിക്കാത്ത രീതി പറഞ്ഞാൽ മതി. അങ്ങനെ കണ്ടിന്യൂസ്ലി സത്യം പറയുന്നതിലൂടെ ലോകം നന്നാവും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്നാൽ രാജി, ഞങ്ങൾ കുറച്ചും കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു. ഞാനാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാമെന്നായിരുന്നു, പക്ഷേ പറഞ്ഞു നമുക്ക് ഒന്നുകൂടി വിളിക്കണം, കാരണം ഞാൻ വേറെ കാര്യം ചോദിക്കും. നേരിട്ട് തന്നെ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ഒരു എഫക്റ്റ് കിട്ടാന്ന് തോന്നുന്നു. നേരിട്ട് കുറേ എനിക്ക് time ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവസരം കിട്ടിയില്ല. എനിവേ നമുക്ക് ഒരുപാട് കൂടി കൊണ്ടുവരണം. ഈ പുള്ളിക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്താണ് കറക്റ്റ് നടക്കുന്നത് എന്നുള്ള അയാളുടേതായ ഒരു വ്യൂ ഉണ്ട്, നല്ലൊരു വ്യൂ അല്ലേ? അതെ. മൂപ്പര് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ ഈ ആഴ്ചകളിൽ എന്തെങ്കിലും തെക്കിലേക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ ഫാരീസ്? ടെക്കിൽ അപ്ഡേറ്റ് ഇപ്പോൾ ഇതൊരു സ്പേസ് സ്റ്റേഷന് വന്നിട്ടില്ല. 2027 ഒരു സ്പേസ് സ്റ്റേഷന് ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഹോട്ടൽ ഔട്ട്സൈഡ് ചൈനയാണോ? അല്ല, സ്പേസിലാണ്. സ്പേസ് ഡെവലപ്പ് ചെയ്യാൻ പോകണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 2027 ലോഞ്ച് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? എങ്ങനെയാന്നുള്ളതിൻ്റെ ഡിസൈനൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു പ്ലാന് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നോക്കിയിട്ട് അറിയാം. നമുക്ക് പിന്നെ താരിഫാറിനെ പറ്റിയിട്ടും അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല. താരിഫാർ എന്താ സംബന്ധിച്ചാലേ, ഈ ഇപ്പോൾ ഇവർ ഇന്ത്യയും ചൈനയും അതേപോലെ പല രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ നിന്നൊക്കെ പല സാധനങ്ങളും US പോകുന്നുണ്ട്. പക്ഷെ അത്ര തന്നെ US നിന്ന് പുറത്തേക്ക് ഇന്ത്യക്കോ അല്ലെങ്കിൽ ബാക്കി രാജ്യങ്ങളിലേക്കോ ഇമ്പോർട്ട് ചെയ്യണില്ല. അപ്പോൾ US-ലുള്ള സാധനങ്ങളുടെ ഡിമാൻഡ് അപ്പോൾ കുറയാണ്. കാരണം ചൈനയിൽ നിന്നൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സാധനത്തിന് 20 ഉറുപ്പിയുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് എത്തുമ്പോൾ US-ലെ 25 അപ്പോൾ ഇവർ സ്വാഭാവിക ചൈനയുടെ പോലെ ടാരിഫ് ഇടുകയാണ്. അപ്പോൾ ചൈനയുടെ പ്രോഡക്റ്റ് 20 എന്നുള്ളത് ഒരു 28-30 മാറും. അപ്പോൾ ആൾക്കാർ കൂടുതലും US-ത്തെ സാധനം മേടിക്കും. അപ്പോൾ ആ US-ലുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ടാരിഫ് ഇടുന്നത്. പക്ഷേ ബേസിക്കലി നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു പോയിന്റ്, ഇപ്പോൾ ആവശ്യം പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്ക് ഇത് ബെനിഫിഷ്യലാണ് ഇപ്പോൾ അറ്റ് ദ പോയിന്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, EV അല്ലെങ്കിൽ ഈ സെമി കണ്ടക്ടേഴ്സ് ഇങ്ങനത്തെ സാധനത്തിലൊക്കെ ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സാണ്. ചൈന അതേപോലെ ടെക്സ്റ്റൈലിലൊക്കെ ആണെങ്കിൽ ബംഗ്ലാദേശും വിയറ്റ്നാമൊക്കെ പ്രൊഡ്യൂസേഴ്സാണ്. പക്ഷേ ഓൽക്കുള്ള ടാരിഫ് കൂടുതലാണ്. അതായത് 52% ആ റേഞ്ചിലൊക്കെയാണ് വിയറ്റ്നാം ഓൽക്കൊക്കെ ടാരിഫ് ഇട്ടിരിക്കുന്നത്. ഇന്ത്യക്ക് 26 ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ സാധനങ്ങൾ ഇപ്പോൾ US-ൽ എത്തുമ്പോൾ ഓലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സാധനങ്ങൾക്ക് കമ്പയർ റേറ്റ് കുറയും. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ കൂടുതൽ പർച്ചേസ് പോകും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ പക്ഷേ ഇത് ഇൻ ടേംസിലേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് ജർമ്മനിയിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടിരുന്നു യൂട്യൂബിൽ. അതിൽ പറയുന്നത് പണ്ട് ജർമ്മനിയും US-ഉം തമ്മിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഒരു ചിക്കൻ്റെ ഒരു പ്രശ്നം, യൂറോപ്പിലേക്ക് ചിക്കൻ വരുന്ന കേസ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് യൂറോപ്പിലുള്ള ചിക്കൻ്റെ കൺസംഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, ആൾക്കാർ മേടിക്കാൻ വേണ്ടിയിട്ട് US-ൽ നിന്ന് വരുന്ന ചിക്കൻ്റെ അങ്ങനെ കൂട്ടിയ സമയത്ത് എന്ത് ചെയ്തു, ജർമ്മനിയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ട്രക്കിൻ്റെ താരിഫ് എന്ത് ചെയ്തു, US-ഉം കൂട്ടി. അപ്പോൾ മൊത്തത്തിൽ ഇത് പൈസ കൊടുക്കുന്ന ആരാണ്? ജനങ്ങളാണ് അല്ലേ? ഇപ്പോൾ ഇവർ താരിഫ് കൂട്ടി അങ്ങോട്ട് പോകുന്ന താരിഫ് സാധനങ്ങൾ കൂടുതൽ വില കൊടുത്ത് നമ്മൾ മേടിക്കേണ്ടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ലോങ് റണ്ണിൽ അത് സസ്റ്റെയിൻ ചെയ്യില്ല, അതൊരു എക്കണോമിക് തകർച്ചയിലേക്ക് മൂവ് ആവും എന്നാണ് പറയുന്നത്. അല്ല, ഇപ്പോൾ ട്രംപിന് എതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർ ഉപയോഗിച്ച ഒരു ഫോർമുല ഉണ്ട് താരിഫ് കാൽക്കുലേറ്റ് ചെയ്യുന്ന. അത് വളരെ തെറ്റായ രീതിയാണെന്നാണ് പറയുന്നത്. കാരണം മൂപ്പർ പോയി പറഞ്ഞ പോലെ തന്നെ ട്രേഡ് ഡെഫിസിറ്റിൻ്റെ ബേസിസിലാണ്. ഇപ്പോൾ ഇന്ത്യയാണ് US-ന് ഒരുപാട് കാര്യങ്ങളായിട്ട് എക്സ്പോർട്ട് അത്രക്കും വാങ്ങുന്നില്ല. US പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് കൺട്രീസ് കൂടുതൽ യുഎസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ ആ ഡെഫിസിറ്റ് കുറയുമ്പോൾ താരിഫ്സും കുറയും എന്നാണ് പറയണത്. ഇപ്പോൾ വിയറ്റ്നാമിനൊക്കെ 90% ഒക്കെയാണ് താരിഫ്സ് ഇമ്പോസ് ചെയ്യുന്നത്. കാരണം വിയറ്റ്നാമിന് അത്രക്കും പോപ്പുലേഷൻ ഇല്ല, ഇത്രക്കും യുഎസിൻ്റെ അടുത്ത് ഇത്രക്കും വാങ്ങാനുള്ള ഒരു പോപ്പുലേഷൻ ഇല്ല. പക്ഷെ അവർക്ക് എന്താണ്, അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരുപാട് യുഎസിലോട്ട് അയക്കും. അപ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ ഇങ്ങോട്ട് ഇതേപോലെ ഞങ്ങളുടെ സാധനങ്ങൾ കൂടുതൽ വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഫീസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പം ഇനി എന്താകും എന്ന് നോക്കി കണ്ടറിയണം. കാരണം ഇതിന് റിറ്റാലിയേഷൻ ആയിട്ട് തന്നെ ചൈനയും താരിഫ് കൂട്ടിയിട്ടുണ്ട്. ഇതിൽ 124 മറ്റേ ചൈനക്ക് US 114 ഇപ്പൊ എല്ലാ കൺട്രീസിലും ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും താരിഫ്സ് ഇമ്പോസ്ഡ് ആണ്, പക്ഷെ ഓരോ സ്പെസിഫിക് സെക്ടേഴ്സിനാണ്. ഇപ്പൊ ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യണത് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിനോടുള്ള താരിഫ്സ് കുറവാണ് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ. പക്ഷെ മറ്റു സെക്ടേഴ്സ് ആയിട്ടുള്ള സോളാർ പാനലും ഇതുപോലത്തെ മോട്ടോർ സൈക്കിൾസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള താരിഫ്സ് കൂട്ടും. കാരണം ലോക്കൽ മാനുഫാക്ചറേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, അപ്പോൾ ഗൈസ് വേറൊരു എപ്പിസോഡിൽ കാണാം. ബൈ.